ഇഷാനി മുറിയിലാകെ വെപ്രാളത്തിലായിരുന്നു. കല്യാണത്തലേന്നത്തെ തിരക്കിലായിരുന്നു അവളുടെ വീട്. ബന്ധുക്കളും അയൽക്കാരുമൊക്കെയായി വീട് നിറയെ ആളുകൾ. എല്ലായിടത്തും ചിരിയും സംസാരവും പാട്ടുമൊക്കെ കേൾക്കാം. പക്ഷേ തന്റെ മുറിയിലെ ജനലരികിൽ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇഷാനിയുടെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. അച്ഛൻ മാനേജറായ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായ ശ്രാവണുമായുള്ള അവളുടെ വിവാഹം നാളെയാണ്. അച്ഛന്റെ വാക്കിന് മറുവാക്കില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവൾ ഒട്ടും ഇഷ്ടമില്ലാതെ ശ്രാവണുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷേ അവളുടെ ഉള്ളിൽ അവൾ സ്നേഹിക്കുന്ന രഞ്ജിത്ത് മാത്രമായിരുന്നു. ഒരു വർഷം മുൻപ് ഫേസ്ബുക്കിലെ ഒരു ഹായ് മെസ്സേജിലൂടെയാണ് രഞ്ജിത്ത് ഇഷാനിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. രഞ്ജിത്തിനെ അവൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. വീഡിയോ കോളുകളിലും ഫോട്ടോകളിലും കണ്ട ആ മുഖവും ഫോണിലൂടെ കേട്ട മനോഹരമായ ശബ്ദവും മാത്രമായിരുന്നു അവൾക്ക് രഞ്ജിത്ത്. നേരിൽ കാണണമെന്ന് പലപ്പോഴും വിചാരിച്ചതാണെങ്കിലും ഓരോ തവണയും രഞ്ജിത്തിന് ഓരോ തടസ്സങ്ങളായിരുന്നു. ജോലി തിരക്ക്, വീട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനെ പലതും. പക്ഷേ ആ ശബ്ദത്തെ അവൾ അത്രമേൽ വിശ്വസിച്ചു. അങ്ങനെയിരിക്കെ പെട്ടെന്നാണ് അച്ഛൻ ശ്രാവണുമായുള്ള അവളുടെ വിവാഹം ഉറപ്പിച്ചത്. പെട്ടെന്നുള്ള ആ തീരുമാനത്തിൽ ഇഷാനി ആകെ തകർന്നുപോയി. രഞ്ജിത്തിനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ വീട്ടിൽ ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി. അവൻ മറ്റൊരു ജാതിക്കാരനാണ്, അവന് ശരിക്കൊരു ജോലി പോലുമില്ല, ഫേസ്ബുക്കിലെ സ്നേഹം വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ എതിർത്തു. ഒടുവിൽ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ജോലി ചെയ്യുന്ന ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായ ശ്രാവണുമായി അവളുടെ വിവാഹം ഉറപ്പിച്ചു. ശ്രാവൺ ശരിക്കും അവൻ ഒരു തിരുവനന്തപുരംകാരനാണ്. അച്ഛന്റെ മരണശേഷം അമ്മയെ തനിച്ചാക്കി വരാൻ മനസ്സ് വരാത്തതുകൊണ്ടാണ് ജോലി കിട്ടിയപ്പോൾ അമ്മയെയും കൂട്ടി അവൻ ഈ നഗരത്തിലേക്ക് വന്നത്. ഇഷാനിയുടെ അച്ഛൻ രാഘവൻ നായരുടെ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായി അവൻ ചാർജ് എടുത്തത് 5 വർഷം മുൻപാണ്. ജോലിയോടുള്ള അവന്റെ ആത്മാർത്ഥതയും അമ്മയോടുള്ള സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ രാഘവൻ നായർക്ക് അവനെ വല്ലാതെ ബോധിച്ചു. നമ്മുടെ ബാങ്കിലെ ആ ശ്രാവൺ ഉണ്ടല്ലോ, അവനൊരു തങ്കപ്പെട്ട പയ്യനാ, അവനെ പോലെ ഒരാളെ മരുമോനായി കിട്ടുന്നത് ഭാഗ്യമാ എന്ന് രാഘവൻ നായർ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അങ്ങനെയാണ് ഇഷാനിയുടെ ഇഷ്ടം പോലും ചോദിക്കാതെ ആ വിവാഹം ഉറപ്പിച്ചത്. എന്നാൽ ഇഷാനിയുടെ മനസ്സ് നിറയെ എന്നും രഞ്ജിത്ത് തന്നെയായിരുന്നു. രഞ്ജിത്തിന് അവളോട് അത്രയ്ക്ക് നല്ല പെരുമാറ്റമായിരുന്നു. അങ്ങനെ കല്യാണത്തലേന്ന് രഞ്ജിത്തിനോടൊപ്പം ഇറങ്ങിപ്പോകാനായി അവൾ രഞ്ജിത്തിന്റെ കോളിന് കാതോർത്തിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. രഞ്ജിത്താണ്. അവൾ വേഗം ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഹലോ രഞ്ജിത്ത്, എവിടെയാ നീ? അവൾ കിതപ്പോടെ ചോദിച്ചു. ഇഷാനി, നീ പേടിക്കണ്ട, ഞാൻ റെഡിയാണ്. നീ ഇന്ന് രാത്രി ഇറങ്ങി വരുമെന്ന് പറഞ്ഞതല്ലേ, നമുക്ക് ഇന്ന് തന്നെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. രഞ്ജിത്തിന്റെ ശബ്ദത്തിൽ ഒരു പരിഭ്രമമുണ്ടായിരുന്നു. ഞാൻ വരാം രഞ്ജിത്ത്, പക്ഷേ എനിക്ക് സ്വർണമോ പണമോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അലമാരയുടെ താക്കോൽ അച്ഛന്റെയും അമ്മയുടെയും കയ്യിലാണ്. അവർക്ക് എന്നെ എന്തോ ഒരു സംശയമുള്ളതുപോലെ തോന്നുന്നു. എപ്പോഴും ആരെങ്കിലുമൊക്കെ എന്റെ കൂടെ തന്നെയുണ്ട്. അത് കേട്ടതും അപ്പുറത്ത് രഞ്ജിത്ത് ഒന്ന് നിശബ്ദനായി. പിന്നെ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു, നോക്കിഷ, വെറും കൈയോടെ നിന്നെ കൊണ്ടുപോയാൽ എന്റെ വീട്ടിൽ കയറ്റില്ല. കുറച്ചു ദിവസം നമുക്ക് എവിടെയെങ്കിലും മാറി നിൽക്കണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? നീ ഒന്നുകൂടി നോക്ക്, എങ്ങനെയെങ്കിലും എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്ക്. ഇഷാനിക്കപ്പോൾ വല്ലാതെ സങ്കടം വന്നു. എനിക്ക് പറ്റില്ല രഞ്ജിത്ത്, അവരത് പൂട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്റെ കയ്യിൽ സേവിങ്സ് ആയി വെച്ച ഒരു 20,000 രൂപയുണ്ട്, അത് ഞാൻ എടുക്കാം. തൽക്കാലം നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അവൾ ചോദിച്ചു. രഞ്ജിത്ത് കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, ശരി, നീ നോക്ക്, ഞാനൊരു 11 മണിയാകുമ്പോൾ നിന്നെ വിളിക്കാം. അപ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അതുവരെ നീ ഫോൺ അരികിൽ തന്നെ വെച്ചോ. അവൻ അത് പറഞ്ഞ് ഫോൺ വെച്ചു. ഇഷാനിയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. രാത്രി 11 മണിയാകാൻ അവൾ കാത്തിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം എടുക്കാൻ പോകുന്നതിന്റെ ഭയം അവളിലുണ്ടായിരുന്നു. രാത്രി സമയം വൈകി. വീട്ടിലെ ബഹളങ്ങളൊക്കെ അടങ്ങി. എല്ലാവരും ഉറക്കത്തിലേക്ക് വീണു. ഇഷാനി ബെഡിൽ കിടന്ന് ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. സമയം 11 കഴിഞ്ഞു. 11:15 പക്ഷേ രഞ്ജിത്തിന്റെ വിളി വന്നില്ല. അവൾ പതുക്കെ അവനെ തിരിച്ചു വിളിച്ചു. നിങ്ങൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ വീണ്ടും വീണ്ടും വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി. രഞ്ജിത്ത്, എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത്? നീ വരുമെന്ന് പറഞ്ഞിട്ട്. അവൾ വിങ്ങിക്കരഞ്ഞു. ഇനി ഫോൺ ഓഫായി പോയതായിരിക്കുമോ? രഞ്ജിത്ത് പുറത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടാകുമോ എന്ന് അവൾക്ക് സംശയം തോന്നി. അവൾ അപ്പോൾ പതുക്കെ മുറിക്ക് പുറത്തിറങ്ങി. ആരും കാണാതെ ഇറങ്ങി പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അമ്മ മുന്നിൽ വന്നു നിന്നത്. അമ്മയുടെ കണ്ണുകളിൽ സംശയവും ദേഷ്യവും നിറഞ്ഞിരുന്നു. നീ എങ്ങോട്ടാ ഈ പാതിരാത്രി ബാഗും തൂക്കി ഇറങ്ങുന്നത്? അമ്മ കടുപ്പത്തിൽ അവളോട് ചോദിച്ചു. ഇഷാനി ഞെട്ടിപ്പോയി. അമ്മേ, അത് ഞാൻ. അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. എനിക്കറിയാടി നീ ആരുടെ കൂടെ പോകാനാണ് ഈ നോക്കുന്നതെന്ന്.
ഫേസ്ബുക്കിൽ കണ്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോകാനാണോ നീ ഒരുങ്ങുന്നത്? നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളെ വിശ്വസിച്ച് നീ ഞങ്ങളെ ചതിക്കാൻ നോക്കുകയാണോ? അമ്മ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ മുറിയിലേക്ക് തള്ളിക്കൊണ്ട് ചോദിച്ചു. ഇഷാനി അപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. അമ്മേ, എനിക്ക് രഞ്ജിത്തിനെ ഇഷ്ടമാണ്. എനിക്ക് ശ്രാവണേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഞാൻ അവനെ സ്നേഹിച്ചു പോയമ്മേ, പ്ലീസ് എന്നെ ഒന്ന് വിടൂ. അമ്മ അപ്പോൾ അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി. നിനക്ക് നാണമില്ലേ ഇഷാനി ഇത് പറയാൻ? നാളെ പുലർച്ചെ നിന്റെ കല്യാണം വെച്ചിരിക്കുകയാണ്. അച്ഛൻ ബാങ്കിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ആ പാവം ശ്രാവൺ നിന്നെ വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. ഈ നേരത്ത് നീ ഇങ്ങനെ ഒരു ചതി കാണിച്ചാ നിന്റെ അച്ഛൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അമ്മേ, എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ രഞ്ജിത്തിന്റെ കൂടെ പോയാ മതി. ഇഷാനി വാശി പിടിച്ചു. അമ്മ അപ്പോൾ അവളുടെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞു. നോക്കിഷാനി, നീ കാരണം ഈ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടായാൽ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഞങ്ങളുടെ മരണം കാണണോ നിനക്ക്? നീ ഇപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നെ നിനക്ക് ഈ വീട്ടിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടാവില്ല. അമ്മ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. അമ്മേ, എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തല്ലേ. അവൾ വിങ്ങി കരഞ്ഞു. ഭീഷണിയല്ലടി മോളെ, സത്യമാണ്. നീ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയെന്ന് നാട്ടുകാരറിഞ്ഞാൽ അച്ഛൻ വിഷം കഴിക്കും. അതുകൊണ്ട് ഈ നിമിഷം നീ ആ ഫോൺ ഇവിടെ വെച്ചിട്ട് മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്ക്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് മോളെ. ശ്രാവൺ നല്ല പയ്യനാ. അതുകൊണ്ടാണ് അച്ഛനും അമ്മയും ഈ പറയുന്നത്. നാളെ കൃത്യസമയത്ത് നീ മണ്ഡപത്തിൽ ഉണ്ടാവണം. ഇനിയും ഈ വാശി തുടർന്നാൽ ഞാൻ അച്ഛനെ വിളിക്കും. അമ്മ ദേഷ്യത്തോടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് പിടിച്ചു വാങ്ങി അലമാരയിൽ വെച്ചു. ഇഷാനി അപ്പോൾ തറയിലിരുന്ന് കരയുമ്പോൾ അമ്മ വാതിൽ പുറത്തുനിന്ന് പൂട്ടി. ആ രാത്രിയിലെ ഏകാന്തതയിൽ തന്റെ പ്രണയത്തെയും തന്നെ സ്നേഹം കൊണ്ട് തളയ്ക്കുന്ന വീട്ടുകാരെയും ഓർത്ത് അവൾ വിങ്ങിക്കരഞ്ഞു. രഞ്ജിത്തിന്റെ ഫോൺ അപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. പുലർച്ചെ തന്നെ വീട്ടിൽ ബ്യൂട്ടീഷ്യന്മാർ എത്തി. അച്ഛന്റെ ഏക മോളായതുകൊണ്ട് ഒരു കുറവും വരുത്തരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. കടും ചുവപ്പ് നിറത്തിലുള്ള കാഞ്ചീപുരം സാരിയിൽ തലമുടിയിൽ മുല്ലപ്പൂവ് നിരത്തിവെച്ച് അവൾ ഒരുങ്ങി. കഴുത്തിലും അരയിലുമായി അച്ഛൻ കരുതി വെച്ചിരുന്ന 100 പവൻ സ്വർണം അണിയിച്ചപ്പോൾ കണ്ണാടിയിൽ നോക്കിയ ഇഷാനിക്ക് അവളെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത്രയധികം സ്വർണത്തിന്റെ ഭാരത്തിനിടയിലും അവളുടെ മനസ്സ് രഞ്ജിത്തിന്റെ ആ സ്വിച്ച് ഓഫ് ആയ ഫോൺ നമ്പറിലായിരുന്നു. എന്റെ മോള് സുന്ദരിയായിട്ടുണ്ട്. അച്ഛൻ രാഘവൻ നായർ അപ്പോൾ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഒപ്പം അമ്മയും. അവരുടെ കണ്ണുകളിലെ ആ സന്തോഷം കണ്ടപ്പോൾ താൻ തലേ ദിവസം ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചതോർത്ത് അവൾക്കുള്ളിൽ വലിയൊരു കുറ്റബോധം തോന്നി. എങ്കിലും രഞ്ജിത്തിനെ മറക്കാൻ അവൾക്കാകുന്നുണ്ടായിരുന്നില്ല. ഓഡിറ്റോറിയത്തിൽ ആളുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശ്രാവൺ മണ്ഡപത്തിലേക്ക് കയറി. വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ശ്രാവൺ. 5 വർഷമായി തന്റെ കൂടെ ജോലി ചെയ്യുന്ന തനിക്ക് ഏറെ ഇഷ്ടമുള്ള പയ്യൻ മരുമകനായി വരുന്നത് രാഘവൻ നായരെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമായിരുന്നു. ഇഷാനി മണ്ഡപത്തിലേക്ക് നടക്കുമ്പോൾ അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. ശ്രാവണിനരികിലിരിക്കുമ്പോഴും അവൾ അവനെ നോക്കിയില്ല. മന്ത്രങ്ങൾക്കിടയിൽ ശുഭമുഹൂർത്തത്തിൽ ശ്രാവൺ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. അഗ്നിയെ സാക്ഷിയാക്കി അവൻ അവളുടെ കൈ പിടിച്ചപ്പോൾ ഇഷാനിക്ക് വല്ലാത്തൊരു വിറയൽ അനുഭവപ്പെട്ടു. താനിനി മറ്റൊരാളുടെ അവകാശിയാണെന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും വന്ന് അവർക്ക് ആശംസകൾ നേർന്നു. എല്ലാവർക്കും മുന്നിൽ അവൾ നിർബന്ധപൂർവം ഒരു പുഞ്ചിരി വരുത്തി. പക്ഷേ ആ 100 പവന്റെ തിളക്കത്തേക്കാൾ വലിയൊരു ഭാരം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഉച്ചയോടെ ഇഷാനി തന്റെ വീടിന്റെ പടിയിറങ്ങി. അച്ഛനും അമ്മയും കരയുന്നത് കണ്ടപ്പോൾ അവളുടെ ഉള്ളും മിങ്ങി. ശ്രാവണിന്റെ കാറിൽ അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ശ്രാവൺ ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ മൗനം അവനെ അല്പം വിഷമിപ്പിച്ചെങ്കിലും വീട് വിട്ടു വരുന്നതിന്റെ സങ്കടമാണെന്ന് അവൻ കരുതി. കാർ ശ്രാവൺ താമസിക്കുന്ന വീട്ടിലെത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ അവന്റെ അമ്മയും കുറച്ചു ബന്ധുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരുവനന്തപുരത്തു നിന്നും മകന്റെ ജോലിക്കായി ഇവിടെ വന്ന ആ പാവം അമ്മ നിലവിളക്കുമായി വാതിൽക്കൽ കാത്തുനിന്നു. വാ മോളെ, അകത്തേക്ക് കയറി വാ. അമ്മ സ്നേഹത്തോടെ അവളെ സ്വീകരിച്ചു. ആ വീട്ടിൽ വലിയ ആഡംബരങ്ങളൊന്നുമില്ലെങ്കിലും ഒരു പ്രത്യേക ശാന്തത ഉണ്ടായിരുന്നു. വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുമ്പോൾ ഇഷാനി ആ വീടിന്റെ ചുമരുകളിലേക്ക് നോക്കി. അവിടെ ശ്രാവണിന്റെയും അമ്മയുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു. ഒപ്പം വിവാഹ നിശ്ചയത്തിനെടുത്ത അവളുടെയും അവന്റെയും മനോഹരമായ വലിയ ഫ്രെയിം ചെയ്ത ഫോട്ടോയും. തന്റെ ജീവിതം ഇനി ഇവിടെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ശ്രാവണിന്റെ അമ്മ അവൾക്ക് കുടിക്കാൻ പാല് കൊടുത്തു. ഒരു പാവം കുട്ടിയാണടാ, നീ അവളെ നന്നായി നോക്കണമെന്ന് അമ്മ ശ്രാവണിനോട് പറയുന്നത് ഇഷാനി കേട്ടു. ശ്രാവൺ അപ്പോൾ ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ടായിരുന്നു.
രാത്രിയായപ്പോൾ അമ്മ ഒരുക്കിയ മുറിയിലേക്ക് ഇഷാനി കയറി. മുല്ലപ്പൂവിന്റെ ഗന്ധം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. ഇഷാനി ജനലരികിൽ പോയി നിന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. കല്യാണ തിരക്കുകളെല്ലാം കഴിഞ്ഞ് രാത്രി 10 മണിയോടെയാണ് ശ്രാവൺ മുറിയിലേക്ക് വന്നത്. ഇഷാനി അപ്പോഴും ജനാലയ്ക്കൽ കൈപിടിച്ച് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. രഞ്ജിത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിന്റെ പരിഭ്രമം അവളെ വല്ലാതെ തളർത്തിയിരുന്നു. വാതിൽ പതുക്കെ അടച്ച് ശ്രാവൺ അപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖത്തെ വിളർച്ച കണ്ട് അവൻ പതുക്കെ ചോദിച്ചു, ഇഷാനി, മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ, വല്ലാതെ ക്ഷീണിച്ചോ നീ? അവൾ അപ്പോൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. പക്ഷേ അവളുടെ ഉള്ളിലെ വിങ്ങൽ അവന് മനസ്സിലായില്ല. സാരമില്ലടോ, രാവിലെ തൊട്ട് തുടങ്ങിയ ചടങ്ങുകളല്ലേ, ആർക്കായാലും ഇത്രയും നേരം നിൽക്കുമ്പോൾ ആകെ തളർച്ച തോന്നും. വാ, വന്ന് കിടന്നോ, നല്ലോണം ഉറങ്ങിയാൽ ആ ക്ഷീണമൊക്കെ മാറിക്കോളും. ശ്രാവൺ വളരെ സ്വാഭാവികമായി പറഞ്ഞു. അവൾക്കവനെ നോക്കാൻ പോലും പ്രയാസം തോന്നി. ഒന്നും അറിയാതെ തന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന അവനോട് എങ്ങനെ പെരുമാറണമെന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ അവൾ കട്ടിലിൽ വന്ന് കിടന്നു. ശ്രാവൺ അപ്പോൾ ലൈറ്റ് അണച്ച് അവളുടെ അരികിലേക്ക് ചേർന്ന് കിടന്നു. ഇത്രയും കാലം ഞാൻ ഈ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു, ഇപ്പൊ കൂട്ടിനൊരാളായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ പതുക്കെ ചേർത്തു പിടിച്ചു. അവന്റെ നെഞ്ചിലെ ചൂടിൽ അമർന്നു കിടക്കുമ്പോൾ ഇഷാനിക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. ശ്രാവണിന്റെ ഓരോ സ്പർശനവും അവളിൽ വലിയൊരു കുറ്റബോധം നിറച്ചു. രഞ്ജിത്ത് എവിടെയാണെന്നോ എന്തു ചെയ്യുകയാണെന്നോ അറിയാത്ത ഒരവസ്ഥ. മറുവശത്ത് ഒന്നും അറിയാതെ തന്നെ സ്നേഹിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരനും. ശ്രാവൺ അപ്പോൾ അവളുടെ നെറ്റിയിൽ മൃദുവായൊന്ന് തലോടി. അവന്റെ ആ കൈകളിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നുവെങ്കിലും ഇഷാനിയുടെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. അവളുടെ കണ്ണുകൾ പതുക്കെ നിറഞ്ഞു. ഒരക്ഷരം പോലും മിണ്ടാനാകാതെ ശ്രാവണിന്റെ ആലിംഗനത്തിൽ അവൾ ഒതുങ്ങിക്കൂടി. എങ്ങനെയൊക്കെയോ ഉറക്കത്തിലേക്ക് വീഴാൻ ശ്രമിച്ചുകൊണ്ട് ആ രാത്രി അവൾ തള്ളി നീക്കി. പിറ്റേന്ന് പുറത്തു പക്ഷികളുടെ ശബ്ദം കേട്ടു തുടങ്ങിയപ്പോഴാണ് ഇഷാനി കണ്ണു തുറന്നത്. തലേ ദിവസത്തെ കല്യാണ തിരക്കും കരച്ചിലും കാരണം അവളുടെ തല നല്ലവണ്ണം ഭാരപ്പെട്ടിരുന്നു. പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തന്നെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന ശ്രാവണിനെയാണ്. അവന്റെ ആ സാമീപ്യം അവളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാക്കി. താൻ സ്നേഹിച്ച രഞ്ജിത്തിന്റെ മുഖം മനസ്സിൽ അപ്പോൾ തെളിഞ്ഞു വന്നു. രഞ്ജിത്തിന് എന്തു പറ്റി? എന്താ എന്റെ ഫോൺ എടുക്കാത്തത്? ഫോൺ സ്വിച്ച് ഓഫ് ആയത് എന്തായിരിക്കും? അവൾ ഉള്ളിൽ വിങ്ങിക്കൊണ്ട് പതുക്കെ അവന്റെ കൈകൾ മാറ്റി കട്ടിലിൽ നിന്ന് എണീറ്റു. കുളി കഴിഞ്ഞൊരു സാധാരണ ടോപ്പ് എടുത്തിട്ട് അവൾ താഴേക്ക് ചെന്നു. അവിടെ ശ്രാവണിന്റെ അമ്മ പണികളിലായിരുന്നു. മരുമോൾ ആദ്യമായി അടുക്കളയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ആ അമ്മയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. മോൾ എഴുന്നേറ്റോ? നല്ല ക്ഷീണമുണ്ടാവുമല്ലേ? ദാ ചായ കുടിക്കി. അമ്മ സ്നേഹത്തോടെ അവൾക്ക് ചായക്കപ്പ് നീട്ടി. ഇഷാനി അത് വാങ്ങി ഒരു മൂലയിൽ പോയി നിന്നു. അമ്മ എന്തൊക്കെയോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ മൂളുകയല്ലാതെ ഒന്നും മിണ്ടിയില്ല. അവളുടെ മുഖത്തെ സന്തോഷമില്ലായ്മ അമ്മയെ അല്പം വിഷമിപ്പിച്ചു. എന്താ മോളെ മുഖം വാടിയിരിക്കുന്നത്? ഇവിടെ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അമ്മ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഒന്നുമില്ലമ്മേ. ഇഷാനി അത്രമാത്രം പറഞ്ഞ് അവിടെ നിന്ന് മുറിയിലേക്ക് തന്നെ പോന്നു. വീട് മാറി വന്നതിന്റെ ബുദ്ധിമുട്ടാവുമെന്ന് കരുതി അമ്മ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് വീണ്ടും ബാക്കി പണികളിലേക്ക് പോയി. അടുക്കളയിൽ നിന്നും അസ്വസ്ഥതയോടെയാണ് ഇഷാനി മുറിയിലേക്ക് ചെന്നത്. ശ്രാവണിന്റെ അമ്മയോട് അധികം സംസാരിക്കാതെ പിടിച്ചു നിന്നത് തന്നെ വലിയൊരു കാര്യമാണെന്ന് അവൾക്ക് തോന്നി. മുറിയുടെ വാതിൽ പതുക്കെ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ശ്രാവൺ കട്ടിലിൽ ഇല്ലായിരുന്നു. ബാത്റൂമിൽ നിന്ന് കുളിക്കുന്ന ശബ്ദം അവൾ കേട്ടു. അവൻ ശ്രദ്ധിക്കുന്നതിനു മുൻപ് ഇഷാനി വേഗം തന്റെ ഫോൺ എടുത്തു. അവളുടെ വിരലുകൾ വേഗത്തിൽ രഞ്ജിത്തിന്റെ നമ്പറിലേക്ക് പോയി. ഇപ്പോഴെങ്കിലും അവനൊന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ, അവൾ ഉള്ളിൽ പ്രാർത്ഥിച്ചു. ഫോൺ കാതിനോട് ചേർത്ത് വെച്ച് അവൾ ജനലരികിലേക്ക് നീങ്ങി നിന്നു. പക്ഷേ ഫോൺ അപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. പെട്ടെന്ന് പുറകിൽ നിന്നൊരനക്കം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. ശ്രാവൺ അവളുടെ തൊട്ടുപുറകിൽ വന്ന് നിൽക്കുന്നു. ആരെയാ ഇഷാനി ഇത്ര രാവിലെ വിളിക്കുന്നത്? ശ്രാവൺ വളരെ സാധാരണ മട്ടിൽ ചോദിച്ചു. പെട്ടെന്നുണ്ടായ പരിഭ്രമത്തിൽ ഇഷാനി ഫോൺ ടോപ്പിന്റെ പിറകിൽ ഒളിപ്പിച്ചു. അവളുടെ മുഖം വിളറിപ്പോയി. അത് ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ചതാ, അമ്മയെ വിളിച്ചതാ. അവൾ പതർച്ചയോടെ ഒരു കള്ളം പറഞ്ഞു. ശ്രാവൺ അപ്പോൾ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, എന്നിട്ട് ചിരിച്ചു. വീട്ടിലേക്കാണോ? എന്തു പറ്റി? വിഷമം തോന്നുന്നുണ്ടോ? ഒന്നുമില്ലേട്ടാ, അമ്മയെ വെറുതെ ഒന്ന് വിളിച്ചതാ എന്ന് പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്ന് മാറി നടന്നു. ശ്രാവൺ ഒന്നും മിണ്ടിയില്ലെങ്കിലും അവളുടെ പരിഭ്രമം അവൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇഷാനിയുടെ ഉള്ളിൽ അപ്പോൾ രഞ്ജിത്തിനോടുള്ള ദേഷ്യവും വിഷമവും ഇരച്ചു കയറുകയായിരുന്നു. ഞാൻ ഇവിടെ ഈ നരകത്തിൽ പെട്ടിരിക്കുമ്പോഴും രഞ്ജിത്ത് എന്താ ഫോൺ ഓൺ ചെയ്യാത്തത്?
അവൻ എന്നെ മറന്നോ? അവളുടെ കണ്ണ് നിറഞ്ഞു. അന്ന് വൈകുന്നേരം ആകാശം പതുക്കെ ചുവന്നു തുടങ്ങിയപ്പോൾ ശ്രാവൺ അവൾക്കരികിലേക്ക് വന്നു പറഞ്ഞു, ഇഷാനി, നമുക്കൊന്ന് പുറത്തു പോയാലോ? നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ഇന്നൊരു ചെറിയ ചടങ്ങുണ്ട്. അമ്മ പറഞ്ഞു നമ്മൾ രണ്ടുപേരും അവിടെ ഒന്ന് പോയി വരണമെന്ന്. ഇഷാനിക്ക് അത് കേട്ടപ്പോൾ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എങ്കിലും അവനോട് മറുത്തു പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അപ്പോളാണ് ശ്രാവണിന്റെ അമ്മ മുറിയിലേക്ക് വന്നത്. അമ്മയുടെ കയ്യിൽ മനോഹരമായി മടക്കിയ ഒരു പുതിയ കവർ ഉണ്ടായിരുന്നു. മോളെ, ഇതൊന്ന് നോക്കിയേ. അമ്മ ചിരിച്ചുകൊണ്ട് അത് ഇഷാനിക്ക് നീട്ടി. മോൾക്ക് സെറ്റ് ചുരിദാർ നന്നായി ചേരുമെന്ന് ഇവൻ പറഞ്ഞു. കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ വാങ്ങിയതാ. ഇന്ന് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇതിട്ടോളൂ. ഇഷാനി അപ്പോൾ ആ കവർ തുറന്നു നോക്കി. ക്രീം നിറത്തിൽ സ്വർണ്ണ നൂലുകൾ കൊണ്ട് തുന്നിയ നല്ലൊരു ചുരിദാർ. അവളുടെ ഇഷ്ടനിറം ക്രീമാണെന്ന് ശ്രാവൺ എങ്ങനെ അറിഞ്ഞു എന്ന് അവൾ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു. ഇത് നിനക്ക് നന്നായി ചേരും മോളെ, വേഗം റെഡിയായിക്കോ. അമ്മ അവളുടെ തോളിൽ തട്ടി സ്നേഹത്തോടെ പറഞ്ഞ് പുറത്തേക്ക് പോയി. ഇഷാനി ആ ചുരിദാർ കയ്യിലെടുത്തു. ശ്രാവണിന്റെ സ്നേഹം അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് മറ്റൊരാളെ പ്രണയിക്കുമ്പോൾ ആ സ്നേഹം ഒരു ഭാരമായി അവൾക്ക് തോന്നി. എങ്കിലും അമ്മയെയും അവനെയും വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അവൾ അത് ധരിക്കാൻ തീരുമാനിച്ചു. പുറത്ത് മുറ്റത്ത് കാത്തുനിന്ന ശ്രാവണിന്റെ അടുത്തേക്ക് അവൾ ആ പുതിയ ചുരിദാർ ധരിച്ചു ചെന്നു. അവളെ കണ്ടതും അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. എടോ, ഇത് നിനക്ക് ഒരുപാട് ചേരുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭംഗിയുണ്ട് കാണാൻ, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. ഇഷാനി അപ്പോൾ ഒന്ന് അമർത്തി മൂളുക മാത്രം ചെയ്തു. ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ശ്രാവൺ അപ്പോൾ കയ്യിലിരുന്ന ചന്ദനം അവൾക്ക് നേരെ നീട്ടി. ഇഷാനി അത് വാങ്ങി തൊടാൻ തുടങ്ങുമ്പോഴാണ് അവൻ തടഞ്ഞത്. നിൽക്ക്, ഞാൻ തൊട്ടുതരാം, അവൻ പതുക്കെ പറഞ്ഞു. അവൻ തന്റെ വിരൽത്തുമ്പിൽ ചന്ദനമെടുത്ത് അവളുടെ നെറ്റിയിൽ മൃദുവായ ചന്ദനം ചാർത്തി. ആ നിമിഷം അവർക്കിടയിൽ ഒരു നിശബ്ദത പടർന്നു. അവന്റെ വിരലുകൾ അവളുടെ നെറ്റിയിൽ തട്ടുമ്പോൾ ഇഷാനി അറിയാതെ കണ്ണുകൾ ചിമ്മി. രഞ്ജിത്തിന്റെ കൂടെ അങ്ങനെ ഒരു നിമിഷം അവൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നതാണ്. പക്ഷേ ഇന്ന് മുന്നിൽ നിൽക്കുന്നത് മറ്റൊരാളാണ്. ശ്രാവണിന്റെ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയം അവൾക്ക് വായിച്ചെടുക്കാമായിരുന്നു. പക്ഷേ അവൾക്ക് എന്തോ. തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ കാറിൽ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ശ്രാവൺ ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ ജനലിലൂടെ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി രഞ്ജിത്തിന്റെ ഓർമ്മകളിൽ മുഴുകിയിരുന്നു. രാത്രി വീട്ടിലെത്തിയപ്പോൾ ഇഷാനിക്ക് വല്ലാത്തൊരു തളർച്ച തോന്നി. ഫോൺ എടുത്തു നോക്കിയപ്പോൾ അപ്പോഴും രഞ്ജിത്തിന്റെ ഒരു മെസ്സേജുമില്ല. അവളുടെ സങ്കടമാകെ ദേഷ്യമായി മാറി. മുറിയിൽ ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ശ്രാവൺ അവളുടെ അരികിലേക്ക് വന്നു. അവൻ അവളെ പിന്നിൽ നിന്ന് പതുക്കെ ചേർത്തു പിടിച്ചു. അവന്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ അവൾ ഒന്ന് വിറച്ചു. വിവാഹത്തിന് ശേഷം ആദ്യമായി അവൻ ഇത്രയധികം തന്നോട് അടുക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ അപ്പോൾ അവളുടെ മുടിയകൾ മാറ്റിക്കൊണ്ട് പതുക്കെ ചുംബിക്കാൻ തുനിഞ്ഞപ്പോൾ ഇഷാനി പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. എന്തു പറ്റിയടോ? അവൻ അല്പം നിരാശയോടെ ചോദിച്ചു. എനിക്ക് ഒട്ടും വയ്യ. പീരിയഡ്സിന്റെ പെയിനാണ്. നല്ല വയറുവേദനയുണ്ട്. അവൾ കട്ടിലിൽ തളർന്നിരുന്നു കൊണ്ട് കള്ളം പറഞ്ഞു. സത്യത്തിൽ അവന് കീഴടങ്ങാൻ അവളുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ശ്രാവണിന്റെ മുഖത്തെ ആവേശം അപ്പോൾ പെട്ടെന്ന് കെട്ടടങ്ങി. പക്ഷേ അവൻ ദേഷ്യപ്പെട്ടില്ല. പകരം വളരെ പാവമായി അവൻ അവളുടെ അരികിലിരുന്നു. ആണോ? എന്നിട്ട് നീ എന്താ നേരത്തെ പറയാഞ്ഞത്? സാരമില്ല, നീ കിടന്നോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, എന്തു വേണമെങ്കിലും ചെയ്തു തരാം. അവൻ അവളെ കിടത്തി പുതപ്പൊക്കെ പുതപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവളുടെ അരികിൽ ചേർന്ന് കിടന്ന് പതുക്കെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ഉറങ്ങി നോക്ക്, കുറച്ചു കഴിഞ്ഞാൽ വേദന മാറിക്കോളും. വെള്ളം വേണോ? അവൻ ചോദിച്ചു. വേണ്ട, അവള് മൂളി. ഉറങ്ങിക്കോ, അവൻ അപ്പോൾ ശാന്തമായി പറഞ്ഞു. ശ്രാവണിന്റെ ആ കരുതൽ കണ്ടപ്പോൾ ഇഷാനിക്കുള്ളിൽ ചെറിയൊരു വിഷമം തോന്നി. അവളുടെ കണ്ണുകൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ബാങ്കിൽ അധിക ദിവസം ലീവില്ലാത്തത് കൊണ്ട് തന്നെ ശ്രാവൺ ജോലിക്ക് പോയി തുടങ്ങി. വലിയ സ്നേഹമായിരുന്നു അവൻ അവളോട്. അവന്റെ സ്നേഹത്തിനു മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും എങ്ങനെയൊക്കെയോ ഒരു അതിർവരമ്പ് വെച്ച് അവൾ പലതിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. ഇഷാനിയുടെ മനസ്സിൽ അപ്പോഴും രഞ്ജിത്ത് തന്നെയായിരുന്നു. തന്നെ പൊന്നുപോലെ നോക്കുന്ന, സ്നേഹം കൊണ്ട് പൊതിയുന്ന ശ്രാവണിനെ കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു കുറ്റബോധവും തോന്നി. പക്ഷേ ആ സ്നേഹത്തിന് പകരം നൽകാൻ അവളുടെ ഉള്ളിൽ പ്രണയമില്ലായിരുന്നു. പകരം മരവിപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രാവൺ അവളെ ഒരുപാട് സ്നേഹിച്ചു.
അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നോക്കി അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ അവർ തമ്മിൽ ഒരു ബന്ധമുണ്ടായില്ല. അവൾക്ക് മനസ്സ് തുറന്ന് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിഞ്ഞില്ല. ശ്രാവൺ അടുത്തിരിക്കുമ്പോൾ പോലും അവൾ എങ്ങോ നോക്കി ശൂന്യമായി ഇരിക്കും. എന്തെങ്കിലും സങ്കടമുണ്ടോ ഇഷാനി എന്ന അവന്റെ ചോദ്യത്തിനു മുൻപിൽ വാക്കുകളില്ലാതെ അവൾ തല താഴ്ത്തി. ശ്രാവണിന്റെ സ്നേഹം ഒരു കടൽ പോലെ ഇരമ്പിയപ്പോഴും അവളുടെ മനസ്സ് വരണ്ടുപോയ ഒരു മരുഭൂമി പോലെയായിരുന്നു. രഞ്ജിത്തിനെ ഓർക്കാത്ത ഒരു ദിവസം പോലും അവൾക്കുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ, പ്രത്യേകിച്ച് രാത്രിയുടെ ഏകാന്തതയിൽ, അവൾ രഞ്ജിത്തിന്റെ നമ്പർ എടുത്ത് വിളിച്ചു നോക്കാറുണ്ടായിരുന്നു. ഓരോ തവണയും സ്വിച്ച് ഓഫ് എന്ന മറുപടി മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. അപ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. രഞ്ജിത്തിന് എന്തോ അപകടം പറ്റി കാണുമോ എന്നോർത്ത് നീറിക്കരയാത്ത ദിവസങ്ങൾ അവൾക്കുണ്ടായിരുന്നില്ല. ഒരു ദിവസം ശ്രാവൺ ബാങ്കിൽ പോയതിനു ശേഷം തന്റെ മുറിയിൽ നിന്നും രാവിലെ ഇറങ്ങി വന്ന ഇഷാനി എന്നത്തെയും പോലെ വെറുതെ പത്രം എടുത്ത് വായിക്കുകയായിരുന്നു. പത്രത്തിന്റെ പേജുകൾ മറയ്ക്കുന്നതിനിടയിൽ അതിൽ വന്ന ഒരു ഫോട്ടോ കണ്ട് ഇഷാനിയുടെ കണ്ണ് അതിലുടക്കി. അത് രഞ്ജിത്തിന്റെ ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോയുടെ താഴെയായി ഒരടിക്കുറിപ്പും ഉണ്ടായിരുന്നു: വിവാഹ തട്ടിപ്പുകാരൻ പിടിയിൽ. നിരവധി പെൺകുട്ടികളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി സ്വർണവും പണവും തട്ടിയെടുക്കുന്ന ചെറുപ്പക്കാരൻ പിടിയിൽ. ആ വാർത്ത കണ്ട് അവൾ ആകെ ഒന്ന് വിറച്ചുപോയി. അവളുടെ കണ്ണുകൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ അവിടെ നിന്നുകൊണ്ട് അടിമുടി വിറയ്ക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ നിന്നും വിറച്ചുകൊണ്ട് ആ പത്രം താഴേക്ക് ഊർന്നിറങ്ങി വീണു. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി. ഈ ചതിയനെയാണോ ഞാൻ ഇത്രയും കാലം ജീവന് തുല്യം സ്നേഹിച്ചത്? അതോർത്തപ്പോൾ അവളുടെ നെഞ്ചു പിടഞ്ഞു. അവൾക്ക് ശ്രാവണിനെ ഓർത്തപ്പോൾ സങ്കടവും തോന്നി. ഈ കള്ളന് വേണ്ടിയായിരുന്നോ എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ശ്രാവണേട്ടനെയും ഏട്ടന്റെ സ്നേഹവും കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ അകറ്റി നിർത്തിയത്? അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അണ പൊട്ടി ഒഴുകി. അത് രഞ്ജിത്തിനെ ഓർത്തിട്ടായിരുന്നില്ല, മറിച്ച് സ്വന്തം മണ്ടത്തരത്തെ ഓർത്തും താൻ ചതിക്കപ്പെട്ടതിന്റെ വിഷമം കൊണ്ടുമായിരുന്നു. ശ്രാവണിനോട് ചെയ്തു പോയ തെറ്റുകൾ അവളുടെ മനസ്സിൽ ഒരു കാർമേഘം പോലെ ഇരുണ്ടുകൂടി. അന്ന് ആദ്യമായി ശ്രാവൺ തന്നോട് കാണിച്ച സ്നേഹം കണ്ടില്ലെന്ന് നടിച്ചതോർത്ത് സോഫയിലിരുന്നവൾ പൊട്ടിക്കരഞ്ഞു. അന്ന് വൈകുന്നേരം പതിവിലും നേരത്തെയാണ് ശ്രാവൺ വീട്ടിലെത്തിയത്. ശ്രാവൺ തന്റെ കാർ പോർച്ചിലേക്ക് കയറ്റി നിർത്തി ബാഗ് എടുത്തുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി കോളിംഗ് ബെൽ അടിക്കാൻ പോകുമ്പോഴാണ് വാതിൽ പാതി ചാരിയിട്ടേ ഉള്ളൂ എന്ന് കണ്ടത്. ശ്രാവൺ ബെല്ലടിക്കാതെ വാതിൽ തുറന്നകത്ത് കയറി. നോക്കുമ്പോൾ ഡൈനിങ് ഹാളിലെ സോഫയിൽ കിടന്നുറങ്ങുകയായിരുന്നു അമ്മ. നല്ല ഉറക്കത്തിലായിരുന്ന അമ്മയെ കണ്ടപ്പോൾ ശ്രാവണിനെന്തോ വിളിക്കാൻ തോന്നിയില്ല. പാവം ഉറങ്ങിക്കോട്ടെ. അവൻ അമ്മയെ വിളിച്ചില്ല. എങ്കിലും ശ്രാവൺ തന്റെ ബാഗ് സോഫയിൽ വെച്ചപ്പോൾ എന്തോ ശബ്ദം കേട്ട പോലെ അമ്മ പെട്ടെന്ന് എഴുന്നേറ്റു. ആ മോനെ, മോൻ വന്നോ? അമ്മയൊന്ന് മയങ്ങിപ്പോയടാ, ചായ എടുക്കണോ? അമ്മ ശ്രാവണിനോട് ചോദിച്ചു. ഏയ്, ഇപ്പൊ ഒന്നും വേണ്ടമ്മേ, ഞാനൊന്ന് കുളിച്ചു വരാം. ഇഷാനി എവിടെ പോയി? അവൻ അമ്മയെ നോക്കി. ഇതേ ഇപ്പൊ കുറച്ചു നേരം വരെ അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്നൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയതാണ്. അവള് പോയതിനു ശേഷം ഞാൻ ഇവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. അപ്പോഴാണ് മോൻ വന്നത്, അമ്മ പറഞ്ഞു. ആ, അത് ശരി. ഞാനിന്ന് ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇഷാനിയുടെ അച്ഛൻ ഇന്നിവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ അവളെ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവള് ഫോൺ എടുത്തില്ല. വരുന്ന വഴിക്ക് ഞാനും കുറെ വിളിച്ചു. റിങ് ചെയ്യുന്നതല്ലാതെ അവള് ഫോൺ എടുക്കുന്നില്ല, ശ്രാവൺ പറഞ്ഞു. ഉവ്വോ, അവള് ചിലപ്പോ ഉറക്കത്തിലായിട്ടായിരിക്കും. എന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ തലവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് കുളിച്ചിട്ട് കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയതാണ്. എന്താന്നറിയില്ലടാ, ഇന്ന് എന്റെ അടുത്ത് തന്നെ ആയിരുന്നു അവൾ. എന്നോട് കുറെ നേരം സംസാരിച്ചു. ഇന്നലെ വരെ കണ്ട പെൺകുട്ടിയെ അല്ല അവൾ ഇന്ന്. സാധാരണ എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഓരോന്ന് ചിന്തിച്ചിരിക്കാറുണ്ടായിരുന്ന പ്രകൃതമായിരുന്നല്ലോ അവളുടേത്. ഇന്ന് അടുക്കളയിൽ വന്ന് കുറെ നേരം എന്നെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ സഹായിച്ചു. ഇന്നെല്ലാം ഭക്ഷണവും ഉണ്ടാക്കിയത് അവളാണ്. അധികവും നിന്നെ കുറിച്ചാണ് സംസാരിച്ചത്. ശ്രാവണേട്ടനൊരു പാവമാണെന്നും നല്ല മനസ്സാണ് നിന്റേതെന്നും വിവാഹം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും നിന്നെ മനസ്സിലാക്കാൻ അതിന് കഴിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. എന്താന്നറിയില്ല, ആ കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെയോ വലിയ വിഷമങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ടായിരിക്കും അവൾ ഇതുവരെ അധികം ഒന്നും സംസാരിക്കാതിരുന്നത്, അമ്മ ശ്രാവണിനോട് പറഞ്ഞു. അത് പറയുന്നത് കേട്ടപ്പോ എനിക്കെന്തോ അതിനോട് പാവം തോന്നിയടാ. അത് പറയുമ്പോൾ അമ്മയുടെ മുഖത്തെ വിഷമം ശ്രാവണിന് കാണാമായിരുന്നു. അമ്മ പറയുന്നത് കേട്ടപ്പോൾ ശ്രാവണിനും അവളോടെന്തോ സഹതാപം തോന്നി.
അവൻ അമ്മ പറഞ്ഞത് കേട്ടു നിന്നതല്ലാതെ മറ്റൊന്നും പറയാൻ നിൽക്കാതെ പതിയെ മുകളിലേക്ക് കയറി തുടങ്ങി. എന്നത്തെയും പോലെ മുകളിൽ നിന്നും ടിവിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അമ്മ പറഞ്ഞതുപോലെ ഇഷാനി കിടന്നുറങ്ങുകയായിരിക്കും. മുകളിലേക്ക് കയറുന്നതിനിടയിൽ അവൻ ചിന്തിച്ചു. അവൻ പതിയെ പോയി ബെഡ്റൂമിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ബെഡിൽ ചരിഞ്ഞു കിടന്നുറങ്ങുകയാണ് ഇഷാനി. മൊബൈൽ ഫോൺ അടുത്തു തന്നെയുണ്ട്. പാവം, ഉറക്കത്തിലായിട്ടാണ് ഞാൻ വിളിച്ചിട്ട് അറിയാതിരുന്നത്. എന്തായാലും മാഡത്തിനെ ശല്യപ്പെടുത്തണ്ട, ഉറങ്ങിക്കോട്ടെ. അച്ഛൻ വരുന്നുണ്ടെന്ന് കുറച്ചു കഴിഞ്ഞിട്ട് പറയാം. വല്ലാത്ത ക്ഷീണമുണ്ട്, ഒന്ന് കുളിച്ച് ഫ്രഷായി വരാമെന്ന് ശ്രാവൺ മനസ്സിൽ വിചാരിച്ചു. പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോണും പേഴ്സും എടുത്ത് ശ്രാവൺ റൂമിലുള്ള ടേബിളിന്റെ മുകളിൽ വെച്ച് തിരിയുമ്പോഴാണ് അവിടെ മരുന്ന് ബോട്ടിലിനടിയിൽ ഒരു വെള്ള പേപ്പറിൽ എന്തോ എഴുതി വെച്ചത് പെട്ടെന്ന് അവന്റെ കണ്ണിലുടക്കിയത്. അതെന്താണെന്നറിയാൻ വേണ്ടി അവൻ ആ പേപ്പർ എടുത്ത് ടേബിളിൽ ചാരിയിരുന്നു കൊണ്ട് മെല്ലെ വായിച്ചു തുടങ്ങി. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: ശ്രാവണേട്ടാ, എന്നോട് ക്ഷമിക്കണം. വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ എഴുത്ത് എഴുതുന്നത്. ഇത്രയും നാൾ ഞാൻ എന്റെ ഏട്ടനെ വഞ്ചിക്കുകയായിരുന്നു. എന്റെ എന്ന് പറയാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏട്ടനെ പോലെ ഒരാളുടെ ഭാര്യ ആയിരിക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും നാളും മറ്റൊരാളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഏട്ടന്റെ കൂടെ ഉറങ്ങിയത്. പക്ഷേ അയാൾ ഒരു ചതിയനായിരുന്നെന്ന് മനസ്സിലാക്കാൻ ഞാൻ വല്ലാതെ വൈകിപ്പോയി. ഒരുപാട് പേരെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി അവൻ പറ്റിച്ചിരിക്കുന്നു. അതിലൊരാളായിരുന്നു ഞാനും. പക്ഷേ അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇത്രയും നാള് ഞാൻ അവനു വേണ്ടി കാത്തിരുന്നു, അവൻ വിളിക്കുമെന്ന പ്രതീക്ഷയോടെ. അപ്പോഴും ശ്രാവണേട്ടൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരുപക്ഷെ അത് മനസ്സിലാവാത്തതുപോലെ ഞാൻ നടിച്ചു. എന്നോട് ക്ഷമിക്കണം ശ്രാവണേട്ടാ. എനിക്ക് വേണ്ടി ശ്രാവണേട്ടൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാത്തിനും മാപ്പ്. ഞാൻ ചെയ്ത തെറ്റിന് ഇതല്ലാതെ മറ്റൊരു പരിഹാരമില്ല. കത്ത് വായിച്ചു തീർക്കാൻ ശ്രാവണിന്റെ മനസ്സ് അനുവദിച്ചില്ല. അവന്റെ വിറയ്ക്കുന്ന വിരലുകളിൽ നിന്നും ആ കടലാസ് താഴേക്ക് വീണു. ശ്വാസം നിലച്ചതുപോലെ തോന്നിയ നിമിഷം അവൻ കട്ടിലിനടുത്തേക്ക് പാഞ്ഞെത്തി. ഇഷാനി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ അവളുടെ തോളിൽ പിടിച്ചു കുലുക്കി. ഭയത്തോടെ അവളെ തിരിച്ചു കിടത്തിയ ശ്രാവണിന്റെ ഉള്ളിൽ ഒരു ഇടിമിന്നലേറ്റ പോലെ തോന്നി. പാതി അടഞ്ഞ അവളുടെ കണ്ണുകൾ, ചുണ്ടുകളിൽ പതഞ്ഞു നിൽക്കുന്ന വിഷാംശം, അത് കാണുമ്പോഴേക്കും ശ്രാവണിന്റെ നിയന്ത്രണം വിട്ടുപോയിരുന്നു. ശ്രാവൺ അലറിക്കരഞ്ഞുകൊണ്ട് ഇഷാനിയെ തന്റെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. താഴെ അടുക്കളയിൽ ജോലിയിലായിരുന്ന അമ്മ ശ്രാവണിന്റെ നിലവിളി കേട്ടാണ് ഓടി മുകളിലെത്തിയത്. മുറിയിലെ കാഴ്ച കണ്ട് അമ്മയാകെ തകർന്നുപോയി. നെഞ്ചുപൊട്ടിക്കരയുന്ന മകനും അവന്റെ കയ്യിൽ ജീവനറ്റതുപോലെ കിടക്കുന്ന മരുമകളും. എന്റെ ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? അമ്മ പരിഭ്രാന്തിയോടെ മുറിയിലേക്ക് ഓടിക്കയറി. അമ്മ ശ്രാവണിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും അവൻ ഇഷാനിയെ വിടാൻ തയ്യാറായിരുന്നില്ല. അമ്മേ, എന്റെ ഇഷാനി, അവൾക്കൊരു കുഴപ്പവും ഉണ്ടാവില്ലല്ലോ അല്ലേ? അവൻ കരഞ്ഞുകൊണ്ട് അമ്മയോട് ചോദിച്ചു. അമ്മ പെട്ടെന്ന് തന്നെ മനസ്സിനെ പാകപ്പെടുത്തി. കരഞ്ഞു നിൽക്കാൻ സമയമില്ല മോനെ, നമുക്ക് മോളെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം. വേഗം വാ. ശ്വാസം നിലച്ചു തുടങ്ങുന്ന ഇഷാനിയുമായി അവർ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ആശുപത്രിയിലേക്ക് പോകുന്ന ഓരോ നിമിഷവും ഓരോ യുഗം പോലെയാണ് ശ്രാവണിന് തോന്നിയത്. അവളുടെ കൈകൾ തന്റെ കയ്യിൽ നിന്നും തണുത്ത് വിറയ്ക്കുന്നത് അവൻ നീറ്റലോടെ അറിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ച ഇഷാനിയെ അവർ വേഗം കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ആശുപത്രിയുടെ ഇടനാഴിയിൽ ഒരു യന്ത്രത്തെ പോലെ ശ്രാവൺ തളർന്നിരുന്നു. ഐസിയുവിന്റെ വാതിലിനു മുകളിലെ ചുവന്ന ലൈറ്റ് അവന്റെ നെഞ്ചിലെ തീ പോലെ എരിഞ്ഞുകൊണ്ടിരുന്നു. അകത്ത് ഡോക്ടർമാർ ഇഷാനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പൊരുതുകയായിരുന്നു. മണിക്കൂറുകൾ യുഗങ്ങൾ പോലെ കടന്നുപോയി. ഓരോ തവണയും ഡോക്ടർമാർ പുറത്തേക്ക് വരുമ്പോൾ ശ്രാവൺ പ്രതീക്ഷയോടെ എഴുന്നേൽക്കും. പക്ഷേ അവരുടെ മൗനം അവനെ വീണ്ടും തളർത്തി. തന്റെ പ്രിയപ്പെട്ടവൾ എന്തിനായിരിക്കും ഇങ്ങനെയൊരു കടുത്ത തീരുമാനമെടുത്തതെന്ന് ശ്രാവണിന്റെ മനസ്സ് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു. ഒടുവിൽ നേരം പുലരാറായപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു. ശ്രാവണിന്റെ തോളിൽ തട്ടി. പേടിക്കാനൊന്നുമില്ല, എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞിരിക്കുന്നു. മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നുണ്ട്. ഒരു ദിവസം കൂടി നിരീക്ഷണത്തിൽ വേണം. അത് കഴിഞ്ഞാൽ നമുക്ക് വാർഡിലേക്ക് മാറ്റാം. ഡോക്ടറുടെ ആ വാക്കുകൾ കേട്ടപ്പോഴാണ് ശ്രാവണിന് ശ്വാസം നേരെ വീണത്. 2 ദിവസങ്ങൾക്ക് ശേഷം അവളെ ജനറൽ വാർഡിലേക്ക് മാറ്റി. ഇഷാനിയുടെ വീട്ടിലറിയിച്ചാൽ അമ്മ വല്ലാതെ പേടിക്കുമെന്ന് കരുതി ഇഷാനിയുടെ അച്ഛനോട് മാത്രമേ വിവരം പറഞ്ഞിരുന്നുള്ളൂ. ശ്രാവണിനും അവന്റെ അമ്മയ്ക്കുമൊപ്പം അവളുടെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു.
അങ്ങനെയിരിക്കെ അന്ന് രാവിലെ ഇഷാനിയുടെ അച്ഛൻ കുളിച്ച് ഡ്രസ്സ് മാറാനും ശ്രാവണിന്റെ അമ്മ ഫുഡ് കൊണ്ടുവരാനുമായി പോയതായിരുന്നു. ശ്രാവൺ മാത്രമേ അപ്പോൾ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇഷാനി ഒന്നും അറിയാതെ മരുന്നിന്റെ മയക്കത്തിലായിരുന്നു. പെട്ടെന്ന് ജനാലയിലൂടെ വരുന്ന വെളിച്ചം അവളുടെ വിളറിയ മുഖത്ത് പതിച്ചപ്പോഴാണ് പെട്ടെന്നാരോ തട്ടി വിളിച്ചതുപോലെ അവൾ ഗാഢനിദ്രയിൽ നിന്നും എഴുന്നേറ്റത്. അവൾ പതിയെ തന്റെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. മുറിയിലെ ബൾബിന്റെ ഗാഢമായ വെളിച്ചം അവളുടെ കണ്ണിലേക്ക് തുളച്ചു കയറുന്നുണ്ടായിരുന്നു. അവൾ കണ്ണുകൾ മുറുക്കി ചിമ്മി. ഒരു നിമിഷത്തിനു ശേഷം അവൾ പതിയെ കണ്ണുകൾ തുറന്നു. തനിക്ക് പരിചയമില്ലാത്ത ഏതോ സ്ഥലമാണ്. പുറത്തുനിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ശരീരമാകെ തളർന്നിരിക്കുന്നു. വിരലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത അത്രയും ഭാരമുള്ളതുപോലെ. അവൾ പതിയെ അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് കയ്യിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡ്രിപ്പിന്റെ സൂചിയിലേക്ക് അവളുടെ കണ്ണുകൾ പോയത്. മരവിച്ച ആ കാഴ്ചയിലാണ് അവൾ ഒരു ആശുപത്രിയിലാണെന്ന ബോധം അവളിൽ ഉണർന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞുപോയ ആ കറുത്ത നിമിഷങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് വന്നു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഗുളികകൾ വിഴുങ്ങിയതും ശ്വാസം മുട്ടി തളർന്നു വീണതും ഓരോന്നായി ഒരു നീറ്റലോടെ അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. എന്തിനാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം അവളുടെ മനസ്സിൽ അപ്പോൾ വിങ്ങി നിന്നു. ഈ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചിരുന്നെങ്കിലെന്ന് അവൾ കൊതിച്ചുപോയി. നിരാശയുടെ ആഴക്കടലിൽ കിടക്കുമ്പോഴാണ് തന്റെ ഇടത്തെ കയ്യിൽ ആരോ പിടിച്ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. അല്ല, തോന്നിയതല്ല, ആരോ പിടിച്ചിട്ടുണ്ട്. അവൾ പതിയെ തലചരിച്ചു നോക്കിയപ്പോൾ താൻ കിടക്കുന്ന ബെഡിനോട് ചേർന്നുള്ള കസേരയിൽ നിന്നും ബെഡിലേക്ക് തല ചായ്ച്ചു വെച്ചുകൊണ്ട് ഉറങ്ങുകയായിരുന്ന ശ്രാവണിനെയാണ് അവൾ കണ്ടത്. ക്ഷീണിച്ചവശനായതുപോലെ താൻ കിടക്കുന്ന കട്ടിലിലേക്ക് തല ചായ്ച്ചു വെച്ച് കിടക്കുന്ന ശ്രാവണിനെ കണ്ടപ്പോഴേക്കും അവളുടെ കണ്ണുകൾ സങ്കടം കൊണ്ട് നിറഞ്ഞു തുടങ്ങിയിരുന്നു. അവൾ പതിയെ തന്റെ കൈ ശ്രാവണിന്റെ കയ്യിൽ നിന്നും വിടുവിച്ചു. നല്ല ഉറക്കത്തിലായിരുന്ന ശ്രാവൺ അതൊന്നും അറിഞ്ഞിരുന്നില്ല. അവൾ തന്റെ കൈ പതിയെ ഉയർത്തി കൈവിരലുകൾ കൊണ്ട് ശ്രാവണിന്റെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് താൻ ചെയ്തുപോയ വലിയ തെറ്റിന് മനസ്സിലൊരായിരം വട്ടം ശ്രാവണിനോട് മാപ്പ് പറഞ്ഞു. ശ്രാവണിന്റെ മുടിയകളിൽ കൂടി അവൾ പതിയെ തലോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നാരോ തന്നെ തൊട്ടതുപോലെ തോന്നി അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റത്. ശ്രാവൺ കണ്ണു തുറന്നു നോക്കുമ്പോൾ നിറ കണ്ണുകളോടെ തന്നെ നോക്കി കരഞ്ഞുകൊണ്ട് തന്റെ തലയിൽ തലോടുന്ന ഇഷാനിയെയാണ് അവൻ കണ്ടത്. ഇഷാനി കണ്ണു തുറന്നത് കണ്ടപ്പോൾ ശ്രാവൺ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നോക്കി കരയുന്ന ഇഷാനിയെ കണ്ടപ്പോൾ സന്തോഷവും സങ്കടവും സഹിക്കാൻ വയ്യാതെ ശ്രാവണിന്റെ കണ്ണും അറിയാതെ നിറഞ്ഞുപോയി. ശ്രാവൺ ഇഷാനി കിടക്കുന്ന ബെഡിൽ അവളോട് ചേർന്നിരുന്നു. അവളുടെ കവിളിൽ പതിയെ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു, എന്തിനാടോ താൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? ഞാൻ അപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ. ശ്രാവൺ ചോദിച്ചത് കേട്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുപോയി. എന്തിനാ ഏട്ടാ എന്നെ രക്ഷിച്ചത്? ഞാൻ അവിടെ കിടന്ന് മരിച്ചു പോയിക്കോളുമായിരുന്നല്ലോ. അത് പറയുമ്പോൾ അവളുടെ ശബ്ദമിടറുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നത് കേട്ടപ്പോൾ ശ്രാവൺ ഇഷാനിയുടെ വായ പൊത്തി. ഏയ്, എന്താ ഇഷാനി ഇത്? എന്തൊക്കെയായി പറയുന്നത്? ഇനി ഇങ്ങനെയൊന്നും പറയരുത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതോർത്ത് ഒരിക്കലും വിഷമിക്കരുത്. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായി കണ്ടു മറക്കണം. ശ്രാവണേട്ടാ, എനിക്ക് മാപ്പ് തരണം. ക്ഷമിക്കാനാവാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. ശ്രാവണേട്ടനോടും അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ ചെയ്ത തെറ്റിന് ഇത് മാത്രമേ പരിഹാരമായി ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെയും വിധി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഏട്ടനെ പോലെ ഇത്രയും നല്ല മനസ്സുള്ള ഒരാളുടെ ഭാര്യയായിരിക്കാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല എന്നെനിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും ഒരിക്കൽ പോലും ഞാൻ ശ്രാവണേട്ടനെ എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് കണ്ടിരുന്നില്ല. ഒരു ഭാര്യ ഭർത്താവിന് തരേണ്ട സ്നേഹമോ കരുതലോ ഒന്നും എനിക്ക് ഇതുവരെ ശ്രാവണേട്ടന് തരാൻ കഴിഞ്ഞിട്ടില്ല. അവൾ പതിയെ ശ്രാവണിന്റെ കൈപിടിച്ച് തന്റെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. തന്റെ കൈപിടിച്ച് പൊട്ടിക്കരയുന്ന ഇഷാനിയെ നോക്കി ശ്രാവൺ അപ്പോൾ പറഞ്ഞു, ഇഷാനി, ഞാൻ നേരത്തെ തന്നെ ഇഷാനിയോട് പറഞ്ഞല്ലോ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അതോർത്ത് ഒരിക്കലും വിഷമിക്കരുത്. നമ്മുടെ വിവാഹത്തിന്റെ അന്ന് രാത്രിയിൽ എന്റെ അടുത്ത് നിന്നും താൻ ഒഴിഞ്ഞു മാറിയപ്പോൾ തന്നെ ഒരുപാട് തവണ ഞാൻ തന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അപ്പോഴൊക്കെ നീ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. ആദ്യമൊക്കെ ഞാൻ കരുതിയത് പുതിയ വീടും പുതിയ ആളുകളുമായതിന്റെ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ്. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുന്തോറും ഞാൻ ഇഷാനിയോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും ഇഷാനി എന്നിൽ നിന്നും അകന്നു മാറിക്കൊണ്ടേയിരുന്നു. അതെന്നെയും വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ബാങ്കിലെത്തി ഫയലുകൾക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ ഇഷാനിയെ ഓർത്തുരുകുകയായിരുന്നു.
പലപ്പോഴും എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതെന്റെ മുന്നിൽ കൊണ്ടുവച്ച ഫയലുകളിൽ പ്രതിഫലിച്ചു തുടങ്ങി. അത് മനസ്സിലാക്കിയ ഇഷാനിയുടെ അച്ഛൻ എന്നോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അന്ന് ബാങ്കിൽ നിന്നിറങ്ങിയതിനു ശേഷം ഇഷാനിയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നു. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. അവിടെ നിന്നാണ് ഞാൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. പിന്നീട് ഇഷാനിയുടെ അമ്മയും എന്നെ ഫോണിൽ വിളിച്ചു. മറുതലയ്ക്കൽ നിന്ന് അമ്മ കരയുകയായിരുന്നു. ആ കരച്ചിലിനിടയിലാണ് അമ്മ അത് പറഞ്ഞത്. ഇഷാനിക്ക് മറ്റൊരാളോട് ഇഷ്ടമുണ്ടായിരുന്നു മോനെ എന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ ലോകം നിശ്ചലമായതുപോലെ എനിക്ക് തോന്നി. ഏതൊരു പുരുഷനും തകർന്നു പോകുന്ന നിമിഷം. പക്ഷേ എനിക്ക് ഇഷാനിയോട് ദേഷ്യം തോന്നിയില്ല. പകരം സങ്കടമാണ് തോന്നിയത്. ആരും അറിയാത്ത രഹസ്യം മനസ്സിൽ വെച്ച് നീ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. എനിക്ക് ഉറപ്പായിരുന്നു ആ പഴയ ഇഷ്ടത്തിന്റെ നിഴലിലാണ് നീ അപ്പോഴും ഉണ്ടായിരുന്നതെന്ന്. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഒരു കുഞ്ഞു പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചു. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ, ഈ കാത്തിരിപ്പിനൊരർത്ഥമുണ്ടെങ്കിൽ, എന്നേക്കാൾ നന്നായി നിന്നെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ലെന്ന്. അത് നീ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന്. എന്റെ ആ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. ശ്രാവൺ അവളുടെ അരികിലേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു. ഇഷാനിയുടെ വിറയ്ക്കുന്ന കൈകൾ തന്റെ കൈവെള്ളയ്ക്കുള്ളിലാക്കി അവൻ പതുക്കെ തഴുകി. ഇഷാനി, നീ ഇനി ഒന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട, ശ്രാവൺ വളരെ ശാന്തമായി പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ഒരു പരാതിയോ പരിഭവമോ ഉണ്ടായിരുന്നില്ല. ആ വിളിയിൽ താൻ സുരക്ഷിതയാണെന്ന തോന്നൽ അവളിൽ നിറഞ്ഞു. ഇഷാനി അപ്പോൾ പതുക്കെ തല ഉയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. താൻ വിശ്വസിച്ചവൻ തന്നെ ചതിച്ചതും താൻ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഈ ജീവൻ തിരിച്ചുപിടിക്കാൻ ശ്രാവൺ കാണിച്ച വെമ്പലുമൊക്കെ അവളുടെ ഉള്ളിലൂടെ മിന്നിമറഞ്ഞു. ശ്രാവൺ അപ്പോൾ അവളുടെ നെറ്റിയിൽ ആർദ്രമായ ഒരു ചുംബനം നൽകി. എന്നിട്ട് അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. നിനക്കറിയാമോ ഇഷാനി, നിന്നെ പെണ്ണ് കാണാൻ വന്ന അന്നു മുതൽ തുടങ്ങിയതാ എനിക്ക് ഈ ഇഷ്ടം. നിന്റെ പഴയ കാര്യങ്ങളൊക്കെ വീട്ടുകാര് പറഞ്ഞപ്പോഴും എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും തോന്നിയില്ല. നിന്നെ എന്റേതാക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമായിരുന്നു. പക്ഷേ നിന്റെ മനസ്സ് നിറയെ മറ്റൊരാളാണെന്നറിഞ്ഞപ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. എങ്കിലും എന്നെങ്കിലും ഒരിക്കൽ ഈ മനസ്സിൽ എനിക്കൊരിടം കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. അവന്റെ ഓരോ വാക്കുകളും ഇഷാനിയുടെ ഹൃദയത്തിൽ ചെന്നു കൊള്ളുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ ഷർട്ടിൽ അപ്പോൾ മുറുകെ പിടിച്ചു തേങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് അസൂയായിരുന്നു ഇഷാനി. ശ്രാവൺ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ മുടിയകൾ ഒതുക്കി വെച്ചു. നിന്റെ മനസ്സിൽ ഇത്രയേറെ സ്നേഹമുണ്ടല്ലോ എന്നോർത്ത്. ആ സ്നേഹത്തിന്റെ ഒരു ചെറിയ ഭാഗം എനിക്ക് കിട്ടിയാൽ പോലും ഞാൻ ഭാഗ്യവാനാണ്. ഇത്രയും കാലം നീ എനിക്ക് തരാത്ത സ്നേഹവും ഉമ്മകളുമെല്ലാം എനിക്ക് പലിശ സഹിതം ഇപ്പോ വേണം. അവൻ അവളുടെ കവിളുകളിലും കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു. ആ ചുംബനങ്ങൾക്കൊക്കെയും കരുതലിന്റെയും സംരക്ഷണത്തിന്റെയും ഗന്ധമായിരുന്നു. ആ ഉമ്മകൾ അവളുടെ ഉള്ളിലെ മുറിവുകളെ ഉണക്കുന്ന മരുന്ന് പോലെ അവൾക്ക് തോന്നി. ഇനി ഒരിക്കലും എന്നെ വിട്ടുപോകുമെന്ന് പറയരുത്. ഈ ലോകത്ത് നിനക്ക് ആരുമില്ലെന്ന് തോന്നിയാൽ ഈ നെഞ്ചിലേക്ക് ചാഞ്ഞേക്കുക. നിന്നെ സ്നേഹിക്കാൻ മാത്രമല്ല, നിന്റെ സങ്കടങ്ങളിൽ നിഴലായി കൂടെ നിൽക്കാനും നിന്റെ ഏട്ടൻ ഇവിടെ ഉണ്ടാകും. നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. ശ്രാവണിന്റെ ആ ചേർത്ത് പിടിക്കലിൽ ഇഷാനി അതുവരെ അറിയാത്തൊരു സമാധാനവും സുരക്ഷിതത്വവും അനുഭവിച്ചു. അത്രയും കാലം താൻ കണ്ടത് വെറും കനൽനീരായിരുന്നു എന്നും യഥാർത്ഥ സ്നേഹം തന്റെ തൊട്ടടുത്ത് ഇത്ര കാലം ഉണ്ടായിരുന്നു എന്നും അവൾ തിരിച്ചറിഞ്ഞു. അവൾ ശ്രാവണിനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അപ്പോളാണ് ഡോക്ടർ റൗണ്ട്സിനായി അങ്ങോട്ട് വന്നത്. ബെഡിനരികിൽ ഇഷാനിയുടെ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ശ്രാവണിനെ കണ്ടപ്പോൾ ഡോക്ടറുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. എങ്ങനെയുണ്ട് ഇഷാനി ഇപ്പോഴത്തെ അവസ്ഥ? ഫയലിൽ എന്തൊക്കെയോ കുറിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു. ഇഷാനി പതുക്കെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഡോക്ടർ അപ്പോൾ ശ്രാവണിനെ നോക്കി പറഞ്ഞു, ശ്രാവൺ, ഇവൾക്കിപ്പോൾ മരുന്നിനേക്കാൾ ആവശ്യം നിങ്ങളെപ്പോലെയുള്ളവരുടെ സ്നേഹമാണ്. നോക്കൂ ഇഷാനി, നിന്നെ അത്രയേറെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് നിനക്കുണ്ട്. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കരുത്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ടെൻഷനും ഡിപ്രഷനും ഒക്കെ കുറച്ചു കൂടുതലാണ്. പക്ഷെ എന്തിനാണ് പേടിക്കുന്നത്? കൂടെ നിൽക്കാൻ ഇതുപോലെ ഒരാളുള്ളപ്പോൾ എല്ലാം തുറന്നു പറയണം. മനസ്സ് നിറയെ വിഷമം വെച്ചുകൊണ്ടിരുന്നാൽ അതിങ്ങനെ ആപത്തുകളിൽ പോയി അവസാനിക്കും. ശരി, ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യാം. വീട്ടിൽ പോയി നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷമായിരിക്കണം. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ ശ്രാവൺ അവളുടെ തലയിൽ പതുക്കെ തലോടി. കേട്ടല്ലോ ഡോക്ടർ പറഞ്ഞത്? ഇനി ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞാനുണ്ട് കൂടെ, പേടിക്കണ്ട. ശ്രാവൺ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി ചിരിച്ചു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ശ്രാവൺ അപ്പോൾ ഒരിക്കൽ കൂടി അവളെ അവനോട് ചേർത്തു പിടിച്ചു. ഉച്ച സമയമായപ്പോഴാണ് ശ്രാവണിന്റെ അമ്മ ഒരു ടിഫിൻ കരിയറുമായി മുറിയിലേക്ക് വന്നത്.
അമ്മയുടെ മുഖത്ത് അവൾ ഒരു കടുങ്കൈ ചെയ്തതിന്റെ ദേഷ്യമോ പരിഭവമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം ഒരു മോളോടുള്ള വാത്സല്യം മാത്രമായിരുന്നു. മോൾ എണീറ്റോ? ദാ അമ്മ നിനക്ക് ഇഷ്ടപ്പെട്ട ചോറും മോരുകറിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര ദിവസമായി മരുന്ന് മാത്രം ഇട്ടുകൊണ്ട് ഇങ്ങനെ? മോൾ ഇത് കഴിക്കി. അമ്മ ടിഫിൻ തുറന്നുകൊണ്ട് പറഞ്ഞു. ഇഷാനിയുടെ കണ്ണുകൾ അപ്പോൾ വീണ്ടും നിറഞ്ഞു. അമ്മേ, അവൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മ അവളുടെ വായ കൈകൊണ്ട് പൊത്തി. ഒന്നും പറയണ്ട മോളെ, നടന്നതൊക്കെ അവിടെ കഴിഞ്ഞു. ആർക്കും തെറ്റുപറ്റാം. പക്ഷേ ആ തെറ്റിൽ തന്നെ തൂങ്ങി പിടിച്ചു നിൽക്കരുത്. മോൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അവൻ നിനക്ക് വേണ്ടി കരയുന്നത് ഞാൻ കണ്ടതാ. ഇനി അമ്മയുടെ മോളായി അബദ്ധമൊന്നും കാണിക്കാത്ത നല്ല കുട്ടിയായി മോള് വീട്ടിലുണ്ടാകണം. വാ, ചോറ് കഴിക്ക്. അമ്മ ഓരോ ഉരുളയായി ഇഷാനിക്ക് വാരിക്കൊടുത്തു. ആ ചോറിന് തന്റെ സ്വന്തം അമ്മ നൽകുന്ന രുചിയാണെന്ന് ഇഷാനിക്ക് തോന്നി. വൈകുന്നേരത്തോടെ ഡിസ്ചാർജ് നടപടികൾ പൂർത്തിയായി. ശ്രാവണിന്റെ കൈപിടിച്ച് ഹോസ്പിറ്റലിന്റെ പടികൾ ഇറങ്ങുമ്പോൾ ഇഷാനിക്ക് താൻ ഒരു പുതിയ ലോകത്തേക്കാണ് നടക്കുന്നതെന്ന് തോന്നി. തിരികെ വീട്ടിലെത്തിയപ്പോൾ വീട് മുഴുവൻ ഒരു ശാന്തതയായിരുന്നു. അവരുടെ ബെഡ്റൂമിലേക്ക് കയറിയപ്പോൾ ഇഷാനിക്ക് ആശ്വാസം തോന്നി. ജനാലയിലൂടെ വരുന്ന തണുത്ത കാറ്റ് അവളെ തലോടി. രാത്രിയായി. മുറിയിൽ ശ്രാവണും ഇഷാനിയും മാത്രം. ശ്രാവൺ ജനലുകൾ അടച്ച് അവളുടെ അരികിലേക്ക് വന്നു. അവൾ ബെഡിൽ ആലോചനയോടെ ഇരിക്കുകയായിരുന്നു. എന്താടോ, എന്താ ഇപ്പൊ ഇത്ര വലിയ ആലോചന? അവൻ അവളുടെ തോളിൽ കൈവച്ചു. ശ്രാവണേട്ടാ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തില്ലേ? എന്നിട്ടും എങ്ങനെയാ ഏട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? അവൾ അവനെ നോക്കി. ശ്രാവൺ അപ്പോൾ അവളുടെ മുഖം തന്റെ കൈകളിൽ എടുത്തു. ഇഷാനി, സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഗുണങ്ങൾ മാത്രം നോക്കി തോന്നുന്നതല്ല, അവരുടെ കുറവുകളെയും തെറ്റുകളെയും ചേർത്ത് പിടിക്കുന്നത് കൂടിയാണ്. എനിക്ക് നിന്റെ കഴിഞ്ഞ കാലം വേണ്ട. നിന്റെ കൂടെയുള്ള ഈ ജീവിതം മതി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നീ ഒരു പാവമായതുകൊണ്ടോ സുന്ദരിയായതുകൊണ്ടോ മാത്രമല്ല, നീ എന്റെ പാതി ആയതുകൊണ്ടാണ്. അവൻ അവളുടെ നെറ്റിയിൽ ദീർഘമായി ചുംബിച്ചു. അവളുടെ കണ്ണുകളിലെ ഭയം മാറി. അവിടെ അപ്പോൾ ഒരുതരം ശാന്തത നിറഞ്ഞിരുന്നു. ശ്രാവൺ പതുക്കെ തന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ മാറ്റുമ്പോഴാണ് ഇഷാനിയുടെ ശ്രദ്ധ അവന്റെ നെഞ്ചിലെ ഇടതുഭാഗത്തുള്ള ആ വലിയ പാടിലേക്ക് പോയത്. അത് വെറുമൊരു ചെറിയ അടയാളമായിരുന്നില്ല. ഇഷാനി വിസ്മയത്തോടെ ശ്രാവണിനെ നോക്കി. അവൾ അറിയാതെ തന്നെ തന്റെ വിരലുകൾ ആ പാടിലൂടെ പതുക്കെ ചലിപ്പിച്ചു. ആ സ്പർശനത്തിൽ ശ്രാവൺ ഒന്ന് പുഞ്ചിരിച്ചു. ഇതെന്താ ഏട്ടാ, വലിയൊരു പാടാണല്ലോ? അവൾ ആകുലതയോടെ ചോദിച്ചു. ശ്രാവൺ അപ്പോൾ അവളുടെ വിരലുകളിൽ സ്വന്തം കൈ ചേർത്തു വെച്ചു. ഇത് പണ്ട് കുസൃതി കൂടിയിരുന്ന കാലത്തെ ഒരു സമ്മാനമാ. ഒരിക്കലും മാവിൽ കയറിയപ്പോൾ കൊമ്പൊടിഞ്ഞ് താഴെ വീണു. നെഞ്ചൊരു കല്ലിലിടിച്ചാ മുറിഞ്ഞത്. അന്ന് ഒരുപാട് ചോര പോയിരുന്നു. മാഞ്ഞു പോകാത്ത ഈ അടയാളം അന്ന് കിട്ടിയതാ. ഇപ്പോഴും അത് ഇവിടെ തന്നെ ഉണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇഷാനിയുടെ ഉള്ളിൽ ശ്രാവണിനോടുള്ള വാത്സല്യം അപ്പോൾ ഇരട്ടിച്ചു. ആ പഴയ മുറിവിനെ താലോലിക്കാൻ എന്ന വണ്ണം അവൾ ആ പാടിൽ പതുക്കെ ചുംബിച്ചു. അവളുടെ ചുണ്ടുകളുടെ ചൂട് ശ്രാവണിന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരു വലിയ തിരമാല തന്നെ സൃഷ്ടിച്ചു. ഒരുപാട് വേദനിച്ചിരുന്നോ ഏട്ടാ അന്ന്? അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. വേദനിച്ചു, പക്ഷേ ഇപ്പോൾ ആ വേദനയൊന്നുമില്ല. നിന്റെ ഈ സ്നേഹം കിട്ടാനാണോ അന്ന് ആ മുറിവുണ്ടായതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു, ശ്രാവൺ ആർദ്രമായി പറഞ്ഞു. അവൻ അവളുടെ താടിയിൽ പതുക്കെ പിടിച്ചുയർത്തി. എന്റെ ശരീരത്തിലെ അടയാളമൊക്കെ നീ കണ്ടില്ലേ? ഇനി നിനക്ക് എവിടെയൊക്കെയാണ് ഇതുപോലെ ചെറിയ അടയാളങ്ങൾ ഉള്ളതെന്ന് എനിക്കും അറിയണ്ടേ? അവൻ ഒരു കുസൃതി ചിരിയോടെ അവളെ നോക്കി. എവിടെ? അവൾ നാണത്തോടെ പതുക്കെ ചോദിച്ചു. അതൊക്കെ ഞാൻ നോക്കി കണ്ടുപിടിച്ചോളാം, ശ്രാവൺ പതുക്കെ മന്ത്രിച്ചു. അവൻ അവളുടെ തോളിൽ കിടന്ന വസ്ത്രം സാവധാനം മാറ്റി. ആ നിമിഷം അവർക്കിടയിൽ വസ്ത്രങ്ങളോ രഹസ്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇഷാനിയുടെ കണ്ണുകൾ നാണം കൊണ്ടടഞ്ഞുപോയി. പെട്ടെന്ന് തന്റെ നെറ്റിയിൽ വീണ ഒരു ചെറിയ തണുപ്പ് ഇഷാനിയെ ഞെട്ടിച്ചു. അവൾ പതുക്കെ മുഖമുയർത്തി നോക്കി. ഇരുട്ടിലും ശ്രാവണിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവന്റെ കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നത് കണ്ടപ്പോൾ അവൾ ആകെ പരിഭ്രമിച്ചു പോയി. ഏട്ടാ, എന്തുപറ്റി? എന്തിനാ കരയുന്നത്? അവൾ ആവലാതിയോടെ അവന്റെ മുഖം കൈകൾക്കുള്ളിലെടുത്തു. ശ്രാവൺ അപ്പോൾ അവളുടെ കൈവെള്ളയിൽ പതുക്കെ ചുംബിച്ചു. അവന്റെ ശബ്ദം ഇടറിയിരുന്നു. അതൊന്നുമില്ല ഇഷാനി, സന്തോഷം കൊണ്ടാണ്. നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഈ നിമിഷം നീ പൂർണ്ണമായും എന്റേതായെന്ന് എനിക്ക് തോന്നി. നിന്റെ മനസ്സ് ഞാൻ തൊട്ടറിഞ്ഞത് ഇപ്പോഴാണ്. അവൻ അവളെ ഒന്നുകൂടി മുറുകെ ചേർത്തു പിടിച്ചു. ഇത്രയും കാലം എന്റെ അരികിലുണ്ടായിട്ടും നീ ഒരുപാട് അകലെയാണെന്ന് എനിക്ക് തോന്നുമായിരുന്നു.
നിന്റെ സങ്കടങ്ങളും പേടിയും ഒക്കെ മാറ്റി നിന്നെ ഇങ്ങനെ ചേർത്തു പിടിക്കാൻ എനിക്ക് എത്ര ദിവസം കാത്തിരിക്കേണ്ടി വന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇഷാനിയുടെ കണ്ണുകളും അപ്പോൾ അറിയാതെ നിറഞ്ഞു. തന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരാളെയാണോ താൻ കാണാതെ പോയതെന്ന് അവൾ അത്ഭുതപ്പെട്ടു. അവൾ തന്റെ വിരലുകൾ കൊണ്ട് അവന്റെ കണ്ണുനീർ തുടച്ചു മാറ്റി. ഇനി ഒരിക്കലും ഈ കണ്ണുകൾ നിറയില്ല ഏട്ടാ, എനിക്ക് തെറ്റുപറ്റി പോയതാണ്. അവളുടെ കണ്ണുകളും നിറഞ്ഞു. ആ രാത്രിയുടെ നിശബ്ദതയിൽ അവർ പരസ്പരം മിണ്ടാതെ കിടന്നു. വാക്കുകളേക്കാൾ ഉറക്കെ അവരുടെ ഹൃദയങ്ങൾ അപ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. സന്തോഷകരമായ ഒരു കുടുംബജീവിതം ആസ്വദിക്കുകയാണ് ഇപ്പോൾ ശ്രാവണും ഇഷാനിയും. ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം വൈകുന്നേരം ഇഷാനിയുടെ വീട്ടിൽ വന്നതായിരുന്നു ശ്രാവണിനൊപ്പം ഇഷാനി. ആ മോളെ, ഒന്ന് നിന്നേ. അമ്മ അപ്പോൾ അലമാരയുടെ അടുത്തേക്ക് പോയി കയ്യിലുണ്ടായിരുന്ന താക്കോലെടുത്ത് അലമാര തുറന്ന് അതിൽ നിന്നും ഒരു കവർ എടുത്തു. ഇഷാനി അതെന്താണെന്നറിയാൻ അമ്മയുടെ കയ്യിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അമ്മ അപ്പോൾ ഇഷാനിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. കയ്യിലുണ്ടായിരുന്ന കവർ തുറന്ന് അതിൽ നിന്നും ഒരു ഫോൺ എടുത്തു. അവൾ അത് സൂക്ഷിച്ചു നോക്കി. അത് തന്റെ പഴയ ഫോണാണ്. അമ്മ ആ ഫോൺ അപ്പോൾ അവളുടെ നേരെ നീട്ടി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, ഇത് നിന്റെ ഫോണാണെന്ന് നിനക്കറിയില്ലേ? കല്യാണത്തിന്റെ തലേദിവസം നീ എറിഞ്ഞു പൊട്ടിച്ചതായിരുന്നു. അന്ന് ഞാൻ അത് അലമാരയിൽ വെച്ച് പൂട്ടിയതാ. പിന്നെ ഇപ്പൊ 2 ദിവസം മുന്നേ ഞാൻ അലമാര തുറന്ന് തുണികളെല്ലാം അടുക്കി പെറുക്കി വെക്കുമ്പോഴാണ് നിന്റെ മൊബൈൽ കണ്ടത്. ഫോണിന്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു. വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി അച്ഛൻ ബാങ്കിൽ പോകുന്ന വഴിക്ക് ഞാൻ അച്ഛന്റെ കയ്യിൽ കൊടുത്ത് നന്നാക്കി വെച്ചതായിരുന്നു. നിനക്ക് വേണമെങ്കിൽ എടുത്തോ. അവൾ അപ്പോൾ ചിരിച്ചുകൊണ്ട് ആ മൊബൈൽ ഫോൺ വാങ്ങി. ആ മോളെ, അച്ഛനും ശ്രാവണും താഴെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ? അമ്മ പറഞ്ഞു. ശരി അമ്മേ. മോൾ അലമാരയിൽ നിന്നും മോൾക്ക് വേണ്ട ഡ്രസ്സുകളെല്ലാം എടുത്തു വെച്ചോട്ടോ. അവിടെ ചെന്നാലും മോൾക്ക് ഇടാലോ. അമ്മ പറയുന്നത് കേട്ടപ്പോൾ അവൾ ഒന്ന് ചിരിച്ചു. അത് പറഞ്ഞ് അമ്മ താഴേക്ക് പോയി. അമ്മ പോയി കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്ന കട്ടിലിൽ ഇരുന്നു. കല്യാണത്തിന്റെ തലേ ദിവസം അവൾ ആ റൂമിൽ ചെയ്തു കൂട്ടിവെച്ചതൊക്കെ മുറിയിൽ കയറി കട്ടിലിൽ ഇരുന്നപ്പോൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അന്ന് ദേഷ്യത്തിൽ എറിഞ്ഞു പൊട്ടിച്ചതായിരുന്നു തന്റെ ഈ മൊബൈൽ ഫോൺ. പിന്നെ ആ ഫോണിന്റെ ആവശ്യം വന്നിട്ടില്ലായിരുന്നു. അവൾ ഒരു കൗതുകത്തോടെ ഫോൺ കയ്യിലെടുത്ത് സ്വിച്ച് ഓൺ ചെയ്തു. സിം മാത്രമാണ് മറ്റൊരു ഫോണിലിട്ട് പിറ്റേന്ന് ശ്രാവണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. രഞ്ജിത്ത് ആ നമ്പറിലേക്ക് വിളിച്ചാൽ തന്നെ കിട്ടാൻ വേണ്ടി മാത്രം. അവൾ മെല്ലെ ആ ഫോണിലേക്ക് ഒന്ന് നോക്കി. രഞ്ജിത്തുമായി താൻ പരിചയപ്പെട്ടതും കോളിങ്ങുമെല്ലാം ഈ ഫോണിലൂടെ ആയിരുന്നു. അവൾക്കത് ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നി. പെട്ടെന്നാണ് അതിലെ മെസ്സേജുകൾക്കിടയിൽ കല്യാണത്തിന്റെ അന്ന് രാത്രി രഞ്ജിത്ത് അയച്ച ഒരു മെസ്സേജ് അവൾ കണ്ടത്. ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്ന നിമിഷത്തിൽ എപ്പോഴോ വന്ന മെസ്സേജാണ്. ചെറിയൊരു ഞെട്ടലോടെ അവൾ ആ മെസ്സേജ് തുറന്നു. അവൾ അത് വായിച്ചു നോക്കി. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, സ്വർണവും പണവും ഇല്ലാതെ വെറും കൈയോടെ വരുന്ന നിന്നെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ്? നിനക്കൊന്നും എടുക്കാൻ കഴിയില്ല എന്നുറപ്പിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നെ ഇനി അന്വേഷിക്കണ്ട. ഈ നമ്പറും ഞാൻ ഉപേക്ഷിക്കുകയാണ്. നിന്റെ വിവാഹം നിശ്ചയിച്ചതുപോലെ നടക്കട്ടെ. ഗുഡ് ബൈ. ആ മെസ്സേജ് വായിച്ച അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അന്നത്തെ ആ രാത്രിയിൽ വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സ്വർണവും പണവുമായി ഇറങ്ങി വരാൻ അവൻ തന്നെ പ്രേരിപ്പിച്ചത് പ്രണയം കൊണ്ടായിരുന്നില്ല. അതൊരു വിവാഹ തട്ടിപ്പായിരുന്നു എന്ന് തിരിച്ചറിയാൻ താൻ വൈകിപ്പോയിരുന്നു. തന്റെ മാനവും വീട്ടുകാരുടെ സമ്പാദ്യവും മോഷ്ടിക്കാൻ വന്ന ഒരു കള്ളനെയാണല്ലോ താൻ അറിയാതെ സ്നേഹിച്ചു പോയത് എന്നോർത്തപ്പോൾ അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി. രഞ്ജിത്തിന്റെ ആ മെസ്സേജ് വായിച്ചപ്പോൾ അവൾക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പകരം അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയാണ് വിരിഞ്ഞത്. ഒരു കാലത്ത് തന്റെ ലോകമെന്ന് കരുതിയ അവന്റെ യഥാർത്ഥ മുഖം കണ്ടിട്ടും അവൾക്ക് ദേഷ്യമോ വിഷമമോ തോന്നിയില്ല. കാരണം ആ തീച്ചൂളയിൽ നിന്ന് തന്നെ രക്ഷിച്ച ഒരു വലിയ സ്നേഹക്കടൽ ഇപ്പോൾ തന്റെ കൂടെയുണ്ട്. അവൾ ആ മെസ്സേജും അവന്റെ നമ്പറും എന്നേക്കുമായി ഡിലീറ്റ് ചെയ്തു. ആ നമ്പറിനൊപ്പം ഇഷാനിയുടെ ഉള്ളിലെ ഒരു വലിയ ഭാരമാണ് ഒഴിഞ്ഞു പോയത്. പക്ഷേ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവളുടെ ശരീരത്തിന് എന്തോ ഒരു മാറ്റം, വല്ലാത്തൊരു ക്ഷീണം, ഇടയ്ക്കിടെയുള്ള തലകറക്കം. കലണ്ടറിലേക്ക് നോക്കിയപ്പോൾ അവൾ ഒന്ന് ഞെട്ടി. 10-12 ദിവസമായിരിക്കുന്നു പീരീഡ്സ് വരാൻ വൈകിയിട്ട്. മനസ്സിലൊരു കുഞ്ഞു പ്രതീക്ഷ വിരിഞ്ഞു. 2 ദിവസം മുൻപ് ശ്രാവണേട്ടന്റെ കൂടെ ടൗണിൽ പോയപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് വാങ്ങിയ പ്രഗ്നൻസി കിറ്റ് ബാഗിൽ ഇരിപ്പുണ്ട്. അവൾ വേഗം അതെടുത്ത് ബാത്റൂമിലേക്ക് പോയി. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കിറ്റിൽ തെളിയുന്ന വരകൾക്കായി അവൾ ശ്വാസം അടക്കി പിടിച്ച് നോക്കി നിന്നു. പതുക്കെ, വളരെ പതുക്കെ 2 ചുവന്ന വരകൾ അവിടെ തെളിഞ്ഞു വന്നു. ഒന്ന് കടും ചുവപ്പ്, മറ്റൊന്ന് അല്പം മങ്ങിയത്. അത് കണ്ടതും ഇഷാനിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞുപോയി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി.
താൻ ഒരമ്മയാകാൻ പോകുന്നു. ശ്രാവണേട്ടന്റെ കുഞ്ഞ് തന്റെ ഉള്ളിൽ ജീവൻ എടുത്തിരിക്കുന്നു. അപ്പോഴാണ് തായ അച്ഛനോടുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് ശ്രാവൺ അങ്ങോട്ടെത്തിയത്. ഇഷാനി, അവൻ അവളെ നീട്ടി വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി. അവൾ അപ്പോഴും ആ കിറ്റിൽ കണ്ട സന്തോഷത്തിന്റെ ഞെട്ടലിൽ നിൽക്കുകയായിരുന്നു. എന്താടോ, എന്താ ഇങ്ങനെ ഇരുട്ടത്ത് നിൽക്കുന്നത്? ശ്രാവൺ തന്റെ ഫോൺ കട്ടിലിലേക്ക് വെച്ച് മുറിയിലെ ലൈറ്റ് ഇട്ടുകൊണ്ട് ചോദിച്ചു. ഏട്ടാ. ഇഷാനിയുടെ ശബ്ദം അപ്പോൾ അല്പം ഇടറുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ മാറ്റം കണ്ട് ശ്രാവൺ അവൾക്കരികിലേക്ക് വന്നു. എന്തു പറ്റി ഇഷാനി? മുഖം എന്താ വയ്യായിക പോലെ ഇരിക്കുന്നത്? ഞാൻ നിന്നെ കാണാഞ്ഞിട്ട് കയറി വന്നതാ. എന്തുപറ്റി? വയ്യേ നിനക്ക്? അവൻ അവളുടെ കവിളിൽ പതുക്കെ ഒന്ന് തൊട്ടു. മറുപടിയായി ഇഷാനി തന്റെ കയ്യിലുണ്ടായിരുന്ന കിറ്റ് ശ്രാവണിന്റെ കയ്യിലേക്ക് കൊടുത്തു. ശ്രാവൺ അത് വാങ്ങി നോക്കി. ആദ്യം അവനൊന്ന് പകച്ചു നിന്നു. പിന്നെ അതിലെ 2 വരകൾ കണ്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ശ്രാവണിനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൻ ആ കിറ്റിലേക്കും ഇഷാനിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഇഷാനി, ഇത് സത്യമാണോ? നമ്മൾ? ശ്രാവണിന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. അവന്റെ കണ്ണുനീർ തുള്ളികൾ ആ കിറ്റിനു മുകളിലേക്ക് വീണു. അതേട്ടാ. ഇഷാനി അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ശ്രാവൺ അപ്പോൾ അവളെ വല്ലാതെ മുറുകെ കെട്ടിപ്പിടിച്ചു. ആ വലിയ സന്തോഷം ഒരു നിമിഷം അവരെ നിശബ്ദരാക്കി. സത്യം പറഞ്ഞ നമ്മൾ ഡിവോഴ്സ് ആയി പോകുമോ എന്ന് വരെ ഞാൻ പേടിച്ചിരുന്നു. ഇങ്ങനെ ഒരു കാലമുണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല. അവൻ അവന്റെയും ഒപ്പം അവളുടെയും കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ശ്രാവണിന്റെ മനസ്സിലപ്പോൾ പറയാനാകാത്ത ഒരു വികാരം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. താൻ അത്രയേറെ ആഗ്രഹിച്ച തന്റെ പെണ്ണ് തന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു എന്ന തിരിച്ചറിവ് അവന്റെ മനസ്സിനെ വല്ലാതെ തൊട്ടു. ദിവസങ്ങൾ കടന്നുപോയി. 1 വർഷത്തിനിപ്പുറം ശ്രാവണിന്റെയും ഇഷാനിയുടെയും ജീവിതത്തിലേക്ക് ആ കുഞ്ഞു മാലാക വന്നെത്തിയിട്ട് ഇപ്പോൾ 6 മാസം തികയുന്നു. തുമ്പി എന്നവർ വിളിക്കുന്ന ആ കുഞ്ഞുവാവയാണ് ഇപ്പോൾ അവരുടെ ലോകം. അന്നൊരു വൈകുന്നേരം ശ്രാവൺ ജോലി കഴിഞ്ഞ് ബൈക്ക് മുറ്റത്ത് നിർത്തി. ഹെൽമറ്റ് ഊരി മാറ്റുമ്പോഴേക്കും അമ്മ കുഞ്ഞിനെ എടുത്ത് മുറ്റത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അച്ഛനെ കണ്ടതും തുമ്പിമോള് കൈകാലുകൾ ഇട്ടടിച്ച് ചിരിക്കാൻ തുടങ്ങി. അച്ഛന്റെ പൊന്നെവിടെ? ബാ ബാ ബാ. ശ്രാവൺ ചിരിച്ചുകൊണ്ട് ബാഗ് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് കുഞ്ഞിനെ വാരിയെടുത്ത് അവന്റെ നെഞ്ചോട് ചേർത്തു. അവളുടെ കുഞ്ഞു ചിരി കേട്ടപ്പോൾ അന്നത്തെ പകൽ മുഴുവൻ ഉണ്ടായ ജോലി തിരക്കും തളർച്ചയും അവനിൽ നിന്നും മാഞ്ഞുപോയി. ചുറ്റും നോക്കിയപ്പോൾ ഇഷാനിയെ അവിടെ എങ്ങും കണ്ടില്ല. സാധാരണ അവൻ വരുമ്പോൾ അവൾ ഉമ്മറത്തുണ്ടാകാറുള്ളതാണ്. അമ്മേ, ഇഷാനി എവിടെ? അകത്തുണ്ടോ? അവൻ ചോദിച്ചു. അവൾ അകത്ത് കിടക്കുവാടാ. പീരീഡ്സിന്റെ വയറുവേദനയുണ്ടെന്ന് പറഞ്ഞു. ഉച്ച തൊട്ടേ വല്ലാതെ തളർന്നിരിക്കുകയായിരുന്നു. കുഞ്ഞിനെ ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയി കിടന്നത്, അമ്മ പറഞ്ഞു. ആണോ? ശ്രാവൺ അമ്മയോട് ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിച്ച് കുഞ്ഞിനെയും കയ്യിലെടുത്ത് പതുക്കെ അകത്തെ മുറിയിലേക്ക് നടന്നു. മുറിയിൽ സന്ധ്യയുടെ ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു. പീരീഡ്സിന്റെ ആ കഠിനമായ വേദനയിൽ ഇഷാനി പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. ശ്രാവൺ അപ്പോൾ തുമ്പിമോളെ അവളുടെ അരികിൽ പതുക്കെ കിടത്തി. കുഞ്ഞിന്റെ കുഞ്ഞു കൈകൾ അവളുടെ മുഖത്ത് തട്ടിയപ്പോൾ ഇഷാനി പതുക്കെ കണ്ണു തുറന്നു. ശ്രാവൺ അവളുടെ അരികിലേക്ക് അപ്പോൾ ചേർന്നിരുന്നു. ഒരുപാട് വേദനിക്കുന്നുണ്ടോ ഇഷാനി? അവൻ താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഇഷാനി മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം ശ്രാവണിന്റെ കൈകളിൽ അവൾ മുറുകെ പിടിച്ചു. എല്ലാ മാസവും ആ ദിവസങ്ങളിൽ അവൾക്ക് ആശ്വാസമാകുന്നത് ശ്രാവണിന്റെ സാമീപ്യമാണ്. അവൻ പതുക്കെ പുതപ്പിനുള്ളിലൂടെ തന്റെ കൈകൾ അവളുടെ വയറിന് മുകളിൽ വെച്ചു. ആ കൈകളുടെ ചൂട് അവളുടെ വയറിൽ തട്ടിയപ്പോൾ തന്നെ ഇഷാനിയുടെ ഉള്ളിൽ ഒരു ആശ്വാസം പടർന്നു. അവൻ ആർദ്രമായി അവിടെ അമർത്തി തടവിക്കൊടുത്തു. എല്ലാ മാസത്തിലും ഓരോ തവണ അവൻ തലോടുമ്പോഴും ആ കഠിനമായ വേദന വല്ലാതെ മാറി നിൽക്കുന്നതുപോലെ അവൾക്ക് തോന്നാറുണ്ട്. തന്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും വേദനകളെയും അവൾ അതിജീവിച്ചത് ശ്രാവണിന്റെ ആ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനാണ് അവളുടെ ഏറ്റവും വലിയ മരുന്ന്. ഇഷാനി പതുക്കെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടന്നു. ശ്രാവൺ അവളെ വല്ലാതെ മുറുകെ വാരി പുണർന്നു. ഒരു കൈകൊണ്ട് തന്റെ മകളുടെ കുഞ്ഞു വിരലുകളിൽ തലോടുമ്പോഴും മറു കൈകൊണ്ട് അവൻ ഇഷാനിക്ക് ആശ്വാസം നൽകിക്കൊണ്ടിരുന്നു. ആ നെഞ്ചിലെ ചൂടിൽ കിടക്കുമ്പോൾ തന്റെ എല്ലാ വേദനകളും എങ്ങോ മാഞ്ഞു പോകുന്നതായി അവൾക്ക് തോന്നി. പുറത്ത് രാത്രിയുടെ നിശബ്ദത പടർന്നിരുന്നു. ആ കുഞ്ഞു മുറിക്കുള്ളിൽ തന്റെ പ്രിയപ്പെട്ടവന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞു കിടക്കുമ്പോൾ താൻ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നെഞ്ചിലാണെന്ന് ഇഷാനിക്കറിയാം. ശ്രാവണിന്റെ ഓരോ ശ്വാസതാളവും കേട്ട് അവന്റെ കൈകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി സമാധാനത്തോടെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. സ്നേഹം കൊണ്ട് മുറിവുണക്കുന്ന അവന്റെ സ്പർശനമാണ് അവളുടെ എല്ലാ വേദനകൾക്കുമുള്ള ആശ്വാസം.
ഒത്തിരി സ്നേഹത്തോടെ ശ്രാവൺ പതിവ് പോലെ അവളുടെ നെറ്റിയിൽ ഉമ്മകൾ കൊണ്ട് മൂടി.